الله فلا مضل له ومن يضلل ولا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ വേദിയിലെയും സദസ്സിലെയും ആലിമീങ്ങളെ, പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സംഘാടകരായ പ്രവർത്തകർ, നേതാക്കൾ, പണ്ഡിതന്മാർ, ഈ സദസ്സിനെ ധന്യമാക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ദീനീ ദഅവത്ത് നിർവഹിക്കുവാനും മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടായിരിക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെയും അതിന്റെ പ്രവർത്തന പന്ഥാവിനെയും അതിൽ നിന്ന് ചില ആളുകൾ ഭിന്ന വീക്ഷണം പ്രകടമാക്കിയതിന്റെ പശ്ചാത്തലങ്ങളെയും കുറിച്ചൊക്കെ വിശകലനം ചെയ്യുവാൻ ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ്. തികച്ചും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ വേദിയെ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു അവസരം ഒരുക്കാൻ മുന്നോട്ട് വന്നത് ഈ പ്രദേശത്തിന്റെ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാവട്ടെ. തോണിക്കല്ലുവാറ മഹല്ല് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊന്നും മറക്കാത്ത മഹല്ല. കാരണം പണ്ട് വിഭജനം തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ അതിരൂക്ഷമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഞാൻ തന്നെ പലപ്പോഴും പണ്ട് മുളുമ്പൊടിയിട്ട സ്ഥലം ഈ സ്ഥലത്തെ കുറിച്ച് പറയാറുള്ളത്. എനിക്കിപ്പോഴത് ഓർമ്മയുണ്ട്, അന്ന് വന്ന് പ്രസംഗിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ മറക്കാത്ത പ്രദേശത്ത് വീണ്ടും ഒരു ചരിത്രം അയവിറക്കാൻ അവസരം നിങ്ങൾ ഒരുക്കിയതിൽ, പ്രത്യേകിച്ച് ബഷീർ മൗലവിയെ പോലുള്ള നമ്മുടെ ദാരിമിയെ പോലുള്ള നേതാക്കളാകുന്ന ഉസ്താദുമാരും ഒക്കെ അണിനിരക്കുന്ന ഇത്തരമൊരു മജ്ലിസിൽ ഒരല്പസമയം നിങ്ങളുമായി സംവദിക്കാൻ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുകയാണ്. യഥാർത്ഥമായി മനസ്സിലാക്കാൻ പടച്ചറബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അത്രമാത്രമേ ആമുഖമായി അതേക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമക്കൊപ്പം നിൽക്കുന്നത് എന്നും അതിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളുടെ പ്രവർത്തന പന്ഥാവ് എന്താണ് എന്നും അടിസ്ഥാനപരമായി പരിശോധിക്കാനുള്ള ഈ വേദി അതിന് നന്നായി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ആദ്യമായി നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ചും അതിന്റെ ആവിർഭാവത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരും പഠിച്ചവരും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ 3 മേഖലയിലൂടെയാണ് കാര്യമായി സംഭവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം പറയുന്നത്. ഇസ്ലാമിക ദഅവത്തിന്റെ ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് കാണാൻ കഴിയും, ഇസ്ലാമിക ദഅവത്ത് ലോകത്ത് നിർവഹിക്കപ്പെട്ടത് 3 കേന്ദ്രീകൃത പ്രവർത്തനങ്ങളിലൂടെയാണ്. അതിന് ചരിത്രങ്ങളിലൊക്കെ പറയുന്നത് ഒന്ന് മസാജിദുകൾ, ഒന്ന് മദാരിസുകൾ, ഒന്ന് മജാലിസുകൾ. ഈ 3 കേന്ദ്രീകൃത പ്രവർത്തനങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചാലകശക്തികൾ. അതിൽ ഏറ്റവും പ്രധാനമായി മസാജിദ്, പിന്നെ മദാരിസ്, പിന്നെ മജാലിസ്. ഈ 3 കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ മസാജിദുകൾ എന്ന് പറയുമ്പോൾ അത് പള്ളികളാണ്. പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധനം പ്രത്യേകിച്ച് കേരളത്തിന് സുപരിചിതമാണ്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളി കെട്ടി. അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്ത് മംഗലാപുരം വരെ 10 പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് ആ പള്ളികളിൽ കാദിമാരെ നിയമിച്ച്
ആ കാദിമാർ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ പ്രബോധനമായിരുന്നു വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവർ നിർവഹിച്ചത്. അതിന് വേണമെങ്കിൽ നമുക്ക് ജനകീയ പ്രബോധനം എന്ന് പറയാം. കാരണം ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു. ആ രീതിയിൽ കിതാബുകളില്ല, അതുപോലെ തന്നെ പഠനമില്ല, പരീക്ഷയില്ല, ഒന്നുമില്ലാതെ ദീൻ എന്താണെന്ന് ശരിക്കും വാക്കാൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് നിസ്കരിപ്പിച്ചും നോമ്പനുഷ്ഠിപ്പിച്ചും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ അവർക്ക് പകർത്തി കൊടുത്തും വിശ്വാസവും കർമ്മവും ഒക്കെ ശരിക്കും അവരെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടൊരു പ്രബോധനം ലോകത്തേറെ വിജയിച്ച ഒരു പ്രബോധന സംവിധാനമാണ്. രണ്ടാമത്തെ ഒന്ന് മദാരിസുകൾ എന്ന് പറയുമ്പോൾ അക്കാദമിക പ്രബോധനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കിതാബുകൾ വെച്ചുകൊണ്ട് അത് ഓതിക്കൊടുത്തുകൊണ്ട് പഠനത്തിലൂടെ ഒരു ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവരെ കൊണ്ട് ദീൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, അതാണ് അക്കാദമിക രീതി. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം പിന്നെ മഖ്ദൂമമാർ കേരളത്തിൽ പ്രയോഗിച്ചത് ഈ രീതിയാണ്. ഇതിനാണ് അക്കാദമിക സംവിധാനത്തിലുള്ള പ്രബോധനം എന്ന് പറയുന്നത്. മദാരിസ് എന്ന് പറഞ്ഞാൽ മദ്രസയുടെ ബഹുവചനമാണ്. നമ്മുടെ കൊച്ചു നഴ്സറി സ്കൂൾ മുതൽ നമ്മുടെ മദ്രസ മുതൽ നമ്മുടെ പള്ളി ദർസ് അറബി കോളേജ് മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള പഠന കേന്ദ്രങ്ങളൊക്കെ മദാരിസുകൾ എന്ന ഗണത്തിൽ പെടുന്നു. മൂന്നാമത്തെ ഒന്ന് മജ്ലിസിന്റെ ബഹുവചനമാണ്. മജാലിസ് എന്ന് പറഞ്ഞാൽ സദസ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രബോധന സദസ്സുകൾ. അതിൽ പ്രധാനമായി അതൊരു പക്ഷേ പള്ളി ആയിരിക്കണമെന്നില്ല, ഒരു ദീനീ പഠന കേന്ദ്രമായിരിക്കണമെന്നില്ല. വലിയ വലിയ മഹാന്മാരാകുന്ന സൂഫിയാക്കളുടെ ഒരു പഠന കേന്ദ്രം, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെ, വലിയുല്ലാഹി ഖുത്ബുസ്സമാൻ മൗലദ് ദവീല സയ്യിദ് മമ്പറൻ തങ്ങളെ പോലെ അങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളുടെ പ്രവർത്തനം അവരൊന്ന് നോക്കിയാൽ, അവരൊന്ന് പറഞ്ഞാൽ, അവരുടെ സ്പർശനം കിട്ടിയാൽ ദീനിലേക്ക് കടന്നു വരുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഓസുൽ അഅ്ലമാണ് അതിന്റെ തലപ്പത്തുള്ളയാള്. ഇന്നും നമ്മുടെ നാട്ടിൽ തൊട്ടപ്പുറത്ത് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇത്തരം മജ്ലിസുകൾ സ്ഥാപിച്ച ആളുകൾ. അദ്ദേഹം സ്ഥാപിച്ച മജ്ലിസ് ഇപ്പോഴും അവിടെ ഭംഗിയായിട്ട് കൊടിമരത്തിങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്താണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്? അത്തരം മജ്ലിസുകളിലൂടെ പരിശുദ്ധ ദീനിനെ പഠിച്ച ആളുകളുണ്ട്. വൃത്തികേട് ചെയ്ത് നടന്നിരുന്ന ആളുകൾ അത്തരം മജ്ലിസിൽ വന്ന് നന്നായവരുണ്ട്. എന്ന പോലെ മദാരിസുകളിലൂടെ മസാജിദിലൂടെ നന്നായ ആളുകളുണ്ട്. ഈ മൂന്ന് തലത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് ലോകത്ത് ഇസ്ലാമിനെ വളർത്തിയിട്ടുള്ളത്. ഇവിടുന്ന് പുറത്തു വരുന്ന ആളുകൾ വ്യക്തിപരമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ പകർത്തി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശ പ്രബോധകരും പ്രചാരകരുമായി മാറി. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും പിന്നെ മഖ്ദൂമമാരും ഈ പ്രബോധനം നിർവഹിച്ചു. മമ്പറൻ തങ്ങൾ അടക്കമുള്ള മഹത്തുക്കളും പ്രബോധനം നിർവഹിച്ചതൊക്കെ മൂന്ന് തലത്തിലുള്ള പ്രബോധനങ്ങളാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ശരിക്ക് പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ പണ്ട് നമ്മുടെ കാരണവന്മാർ ഒരേ വിശ്വാസമനുസരിച്ച് ഒരേ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നീങ്ങി. അവര് പഴയകാല വിശ്വാസമനുസരിച്ച് മുന്നോട്ട് നീങ്ങിയതിന്റെ തെളിവാണ് പണ്ടൊക്കെ ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിക്ക് മൊഹീദ്ദീൻ പള്ളി എന്ന് പേരിടും, അല്ലെങ്കിൽ റിഫാഇ മസ്ജിദ് എന്ന് പേരിടും. എന്താ കാരണം? മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളോടുള്ള മഹത്വം, അദ്ദേഹത്തിന്റെ ബഹുമാനം കണക്കാക്കി മൊഹീദ്ദീൻ പള്ളി എന്ന പേരുടെ കോഴിക്കോട്ടുണ്ടല്ലോ മൊഹീദ്ദീൻ പള്ളി, റിഫാഇ മസ്ജിദ് എന്ന് പേരിടും. എന്താ കാരണം? മഹാന്മാരോടുള്ളൊരു ആഭിമുഖ്യം അന്നത്തെ ജനസമൂഹത്തിനുണ്ടായിരുന്നു. അവരുടെ ആണ്ടുകൾ കഴിച്ചിരുന്നു, അവരുടെ മക്കാമുകൾ സിയാറത്ത് ചെയ്തിരുന്നു. നമുക്ക് തന്നെ ചരിത്രം പഠിച്ചാൽ അറിയാം, പൊന്നാനിയിൽ ദീൻ പ്രബോധനം ചെയ്ത വലിയ മഹാനാണ് മഖ്ദൂം ഒന്നാമൻ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ പിതൃവ്യന്റെ ഖബറുണ്ട് അവിടെ ഒരു പള്ളിയിൽ. ആ പള്ളിക്ക് ജനങ്ങൾ കൊടുത്ത പേരാണ് സിയാറത്ത് പള്ളിയിൽ. എന്താ സിയാറത്ത് പള്ളി എന്ന് ആ പള്ളിക്ക് പേര് കൊടുക്കാൻ കാരണം? അതിന്റെ കാരണം മഖ്ദൂം അവിടെ സിയാറത്തിന് വന്നു എന്നുള്ളതാണ്. ഖബർ സിയാറത്ത് മഖ്ദൂം ചെയ്തപ്പോ നമ്മളും ചെയ്തിട്ടുണ്ട്. ലോക മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം പരിശോധിച്ചാൽ ഇതാണ് ലോക മുസ്ലിങ്ങളുടെ ഒരു രീതിശാസ്ത്രം. ഖബർ സിയാറത്ത് ചെയ്യുക, മഹാന്മാരെ ആദരിക്കുക, മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ ഉറൂസ് മുബാറക്കുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് ലോക മുസ്ലിമീങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അതിന് എതിരുള്ള ചിന്താഗതി കൊണ്ടുവന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ഏകദേശം 920-21 കാലഘട്ടങ്ങളിലാണ്. 920 ശേഷം നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനസമൂഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പുതിയ ചില ചിന്താഗതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചിന്ത സമൂഹത്തിൽ പ്രചരിപ്പിച്ച ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുർ റഷീദുർ റിള, ഈ 3 പേർ ലോകത്ത് പ്രചരിപ്പിച്ച ദർശനം കേരളത്തിലെയും ചില ആളുകൾ തിരുകൊച്ചിയിൽ നിന്നും ഏറ്റുപിടിക്കുകയും അവരതനുസരിച്ചുള്ള ചില പ്രബോധന പ്രവർത്തനം നടത്തുകയും കാലങ്ങളായി മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരം തെറ്റാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് സത്യത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ അപകടകരമായ പ്രവർത്തനം.
നമ്മുടെ ഒരു മക്ബറ സിയാറത്ത് ചെയ്താൽ ആ മക്ബറയിൽ പോകുന്നത് തെറ്റാന്ന് അവർ വാദിച്ചു. മഹാന്മാരെ ബഹുമാനിച്ചാൽ ആ ബഹുമാനം ശരിയല്ല എന്നവർ വാദിച്ചു. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചുള്ള പൂർവഗാമികളുടെ ആ ആദരവ് നിറഞ്ഞ സംസ്കാരത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഒരു പുതിയ സംസ്കാരം സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. ഞാൻ ചുരുക്കത്തിൽ അതിന്റെ അടിസ്ഥാനം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ബോധ്യമാകും. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലല്ലോ. മാരിവിന് മുമ്പ് നിർത്തി കൊടിഞ്ഞിയിലൊരു പരിപാടി നേരത്തെ ഏറ്റതിൽ മാരിവിന് തന്നെ എത്തിച്ചേരണമെന്ന നിർബന്ധം അവർക്കുള്ളത് കൊണ്ട് വല്ലാതെ ഞാൻ ദീർഘിപ്പിക്കില്ല. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ. എന്നാൽ പറയേണ്ട വിഷയങ്ങൾ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഇവിടെ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്നൊരു വാദം ചിലർ കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം പറഞ്ഞാൽ ബാക്കിയൊന്നും പറയേണ്ടതില്ല. ആകെയുള്ള പ്രശ്നം, നമ്മളൊരു മക്കാമൊരു സിയാറത്ത് ചെയ്ത് ഒരു മഹാനോട് സയാർത്ഥന നടത്തി, സഹായാർത്ഥന നടത്തുകയോ തവസ്സുലോ ഇസ്തിആസയോ നിർവഹിച്ചു എന്നർത്ഥം. യാ ഓസുൽ ആലം എന്ന് വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മഹാന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് നമ്മൾ ചോദിച്ചു. ഇതാണ് വലിയ അപകടം. ഇത് ചെയ്യുന്നവരൊക്കെ ദീനിന്ന് പുറത്താന്നാണ് അവർ വാദിച്ചത്. ചുരുക്കത്തിൽ അവരെ വാദം അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു ഇടയാള് പാടില്ല എന്നാ. നേരിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കാനേ പാടുള്ളൂ എന്നാ. എന്നാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നേരെ തിരിച്ചാ. പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. വബ്തഗൂ ഇലൈഹിൽ വസീല, പടച്ച റബ്ബിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ ഒരു വസീല തേടണം. വസീല എന്ന് പറഞ്ഞാൽ മധ്യവർത്തി. ഗുണകരമായ എന്തെങ്കിലും ഒരാളോ അമലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വ്യക്തിയെയോ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനത്തെയോ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു നോക്കുവീൻ. അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ പടച്ച റബ്ബ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തരം നൽകും. ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ തവസ്സുല് പാടില്ല, ഇടയാള വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും തവസ്സുല് അറിയാതെ ചെയ്യുന്നുണ്ട്. വേറൊരു രീതിയിലാണെങ്കിലും ഞാൻ ചെറിയൊരു ഉദാഹരണം വേണമെങ്കിൽ പറയുമ്പോ ബാങ്ക് കൊടുത്തു എന്ന് വിചാരിച്ച, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ദ്വാരക്കും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ, പടച്ചവനെ ഈ പരിപൂർണമായ വിളിയുടെ രക്ഷിതാവേ, വസ്സലാത്തിൽ ഖായിമ, ഇവിടെ നടക്കാനിരിക്കുന്ന നിസ്കാരത്തിന്റെ രക്ഷിതാവേ, ഇതൊക്കെ നീയാണ്. പടച്ചവനെ പുകഴ്ത്തിട്ട് എന്താ പറയണത്? ആത്തി മുഹമ്മദനിൽ വസീലത്ത വൽ ഫദീലത്ത, മുഹമ്മദ് നബിക്ക് നീ ശ്രേഷ്ഠത കൊടുക്കുന്നതിന്റെ അർത്ഥം. എന്നിട്ട് പിന്നെ പറയുന്നത് വബഅതുഹു മഖാമ മഹ്മൂദൻ അല്ലദീ വഅതഹു, നീ വാഗ്ദാനം ചെയ്ത വലിയ പദവി മുഹമ്മദ് നബി തങ്ങൾക്ക് കൊടുക്കുന്ന പറയണത്. മുഹമ്മദ് നബി തങ്ങൾക്ക് പദവി കൊടുക്കാൻ ആദ്യം ദ്വാരക്കണം, നമുക്ക് കിട്ടാനല്ല. എന്നിട്ട് പിന്നെയാണ് നമ്മൾ പറയുന്നത് വർസുഖ്നാ ശഫാഅതഹു, മുഹമ്മദ് നബി തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് കൊണ്ടാന്ന്. മുഹമ്മദ് നബി തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് കൊണ്ടാന്നാ പറഞ്ഞത്. ഇവിടെ എന്തിനാണ് മുഹമ്മദ് നബി തങ്ങളുടെ ശഫാഅത്ത് നമ്മൾ ചോദിക്കുന്നത്? നമ്മുടെ സാധാരണക്കാരാ സ്വർഗത്ത് കിടക്കാൻ നമുക്ക് വല്ല പ്രതിബന്ധം ഉണ്ടെങ്കിൽ റസൂലിന്റെ ശഫാഅത്ത് കൂടിയേ പറ്റുള്ളൂ. അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് ഇല്ലാതെ സ്വർഗത്തേക്ക് പോകാൻ കഴിയില്ല. പടച്ചറപ്പ് ശഫാഅത്തിന്റെ ഉടമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അപ്പൊ ആ ശഫാഅത്ത് കിട്ടണം. നമ്മൾ എന്താ അതിന്റെ ലക്ഷ്യം സ്വർഗത്തേക്ക് പോകുക എന്നുള്ള. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. സ്വർഗത്ത് പോകാനാണ് ശഫാഅത്തെങ്കിൽ പടച്ച റബ്ബിനോട് നേരിട്ട് സ്വർഗത്ത് കടത്തണേ പടച്ചോനെ എന്ന് പറഞ്ഞാൽ പോരെ? മുഹമ്മദ് നബിക്കൊന്ന് കൊടുക്കാൻ പറയാ, പിന്നെ മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് ഇങ്ങോട്ട് ചോദിക്കുക. ഇങ്ങനെ ഇടങ്ങേറുണ്ടാക്കേണ്ട ആവശ്യം എന്താ? അള്ളാന്റെ അടിയിൽ മുഹമ്മദ് നബി തങ്ങളെ നിർത്തേണ്ട ഗതികേട് എന്താ? അങ്ങനെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലോക മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ അവർക്ക് രക്ഷയുള്ളൂ. ഉദാഹരണം ഇടയാളെന്ന് പണ്ട് തമാശക്ക് പറയാറുണ്ട്. ഒരു മുതലാളിന്റെ കടയിൽ ഒരു റിസീവർ പിരിവിന് പോയി. റിസീവർ പല കാലാണല്ലോ. റിസീവർ കാര്യം ചെന്നിട്ട് റിസീവർ പൈസ ചോദിച്ചപ്പോ മുതലാളി പറഞ്ഞു, കച്ചവടം വളരെ മോശ, ഒന്നുമില്ല, ഈ ദ്വാരന്നാൽ എനിക്ക് പൈസ ഉണ്ടാവും. അല്ല എനിക്ക് പൈസ തരാൻ ഈ ദ്വാരക്കാണെങ്കിൽ ഞാൻ എനിക്ക് സംഭാവന തരും. അവിടെ അടുത്ത കൊല്ലം നല്ലോണം ദ്വാരന്നോ നല്ലോണം പൈസ ഉണ്ടാവട്ടെ. അപ്പോ സമർത്ഥനായ റിസീവർ ചോദിച്ചു, അല്ല പൈസ തരാൻ ദ്വാരക്കാണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്ന് തന്നിട്ട് ഞാൻ വാങ്ങാൻ നിൽക്കട്ടെ, ഇരിക്കണുണ്ടാന്ന് ദ്വാരന്നാ പോരെന്ന് ചോദിച്ചു. എന്നാൽ റെസീറ്റിന്റെ ചെലവും കൂടി ഇല്ലല്ലോ, അതല്ലേ ഏറ്റവും എളുപ്പം. ഇത് മുതലാളിക്കൊന്ന് കൊടുത്തിട്ട് പിന്നെ റെസീറ്റ് എഴുതി കൊടുത്ത് പിരിപ്പിക്കാൻ നിൽക്കണ്ടല്ലോ. എന്ന മാതിരി മുഹമ്മദ് നബി തങ്ങൾക്ക് ആത്തി മുഹമ്മദ് വസീലത്താന്ന് പറയാ, പിന്നെ വർസുഖ്നാ ശഫാഅത്ത് ഇങ്ങോട്ട് എടുക്കുക. എന്തിനാ ഈ ഇടങ്ങേണ്ട ആവശ്യം എന്താ? എന്നാ അങ്ങനെ കിട്ടുള്ളൂ. അതുകൊണ്ടാണത് നമുക്ക് മനസ്സിലാവും. മുതലാളിന്റെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ, റിസീവറെ കയ്യിൽ റെസീറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. ഉണ്ടാവും വിചാരിച്ച് കാത്തിരുന്നിട്ട് വല്ലാണ്ടായിക്കൊള്ളുന്നില്ല. മുഹമ്മദ് നബി തങ്ങളുടെ മഹാനാണ്, നമ്മുടെ സാധാരണക്കാർ. അപ്പൊ ആത്തി മുഹമ്മദ് വസീലത്ത എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ ശഫാഅത്തിലൂടെ മാത്രമേ പടച്ച റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ. ഇത് ഏത് തവസ്സുൽ വിരോധം ചെയ്യുന്ന കാര്യമാണ്. ഇത് മുഹമ്മദ് നബിന്റെ കയ്യിൽ ശഫാഅത്ത് ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ അഷഫാഅത്ത് ഹബുലനാന്ന് ചോദിക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഒരാളെ കയ്യിലുള്ളത് പടച്ചോൻ കൊടുത്തത് ചോദിച്ചൂടെ? ഇത് നമ്മൾ ചോദിച്ചു, അഷഫാഅത്ത് ഹബുലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ,
വാഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി. ഇത് ചെല്ലിയ ദീനിന്ന് പുറത്തു പോയി എന്ന സങ്കടമുള്ള കാര്യമാണ്. ഇതിന് തുല്യമായ എത്രയോ കസീദകൾ വലിയ വലിയ മഹാന്മാർ ഇമാം അബൂ ഹനീഫ തങ്ങളെ പോലത്തെ മഹത്തുകൾ ചൊല്ലിയിട്ടുണ്ടല്ലോ. ആ വാദം ശരിയല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കടമ നമ്മുടെ ആലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ കടമ ശരിക്കും ആലിമീങ്ങൾ നിർവഹിച്ചു. അങ്ങനെ ആലിമീങ്ങൾ അത് നിർവഹിച്ചപ്പോ 1920 മുതൽ ഈ ചർച്ച 25 വരെ നീണ്ടു. അന്നത്തെ കേരള മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ അറിയാം, സമസ്ത വരുന്നതിന് മുമ്പ് തന്നെ മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ ഈ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. സമസ്ത വരുന്നതിന് മുമ്പ് തന്നെ ഇത് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് സ്ഥാപിക്കുന്ന 1924 24 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം അത് കോളേജാക്കി ഉയർത്തുന്ന അതിന്റെ മുമ്പേ അവിടെ സംവിധാനം ഉണ്ടല്ലോ. മഖ്ദൂമി ദർസുകൾ അതിന് മുമ്പേ ഉണ്ട്. അവിടെയൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നുണ്ട്. പൊന്നാനിയിൽ മഖ്ദൂമിന്റെ പള്ളി ദർസിന്ന് അടുത്ത വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കുട്ടികൾ ഓതാൻ പോയ ചരിത്രമുണ്ട്. ഒരൊറ്റ പള്ളിയിലും ഖുത്ബ അറബി ഭാഷയിലല്ലാതെ ഓതിയ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ലോകത്തെവിടെയും ഏത് ഭാഷ സംസാരിക്കുന്ന സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു 25 വരെ. പക്ഷെ ആ സമയമായപ്പോഴേക്കും കേരളത്തിൽ തിരുക്കൊച്ചിയിൽ ഒതുങ്ങിയിരുന്ന കേരളത്തിലെ ബിദഈ പ്രസ്ഥാനം കോഴിക്കോട്ടൊരു സമ്മേളനം നടത്തിയിട്ട് ഈ ബിദഅത്ത് ജനങ്ങളിലേക്ക് ഒന്നുകൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങളടക്കമുള്ള മഹത്തുക്കൾ അവരോട് പറഞ്ഞു, നിങ്ങളത് കൊണ്ടുവരരുത് കോഴിക്കോട്ടേക്ക്. പക്ഷെ അവർ കോഴിക്കോട്ട് ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൽ വലിയൊരു സമ്മേളനം വെച്ചു. ആ സമ്മേളനത്തിലൂടെ നമ്മളെയൊക്കെ മുശ്രിക്കും അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുമാക്കി മുദ്ര കുത്തി. അത്തരമൊരു ഘട്ടം വന്നപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന ആ കാലഘട്ടത്തിലെ ഇതിഹാസ പുരുഷൻ ആലിമീങ്ങളുടെ ഒരു യോഗം കോഴിക്കോട്ടേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ രീതിയിൽ കാര്യം മുന്നോട്ട് പോയാൽ നമ്മൾ ഒറ്റക്കൊറ്റക്ക് പ്രബോധനം ചെയ്തത് കൊണ്ടായില്ല, നമുക്കൊരു ജംഇയ്യത്ത് വേണം. ആ ജംഇയ്യത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് ദീൻ മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ പണ്ഡിതന്മാരായ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇത് പറഞ്ഞത് കാലഘട്ടത്തിന്റെ കുത്തുബായ അള്ളാഹുവിന്റെ വലിയായ യമനി പാരമ്പര്യമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വരക്കല തങ്ങളാ. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമല്ല, ഇലാഹിയായ ഒരു ഇൽഹാമിന്റെ പശ്ചാത്തലത്തിലുള്ളതാ. റബ്ബ് സുബ്ഹാനഹു വ തആല തോന്നിച്ചു കൊടുത്തത് കൊണ്ടാണ് മൂപ്പർ ആലിമീങ്ങളെ യോഗം വിളിച്ചത്. ആ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തത് ഒരു ജംഇയ്യത്ത് രൂപീകരിക്കുക. അങ്ങനെ ആദ്യമായി ജംഇയ്യത്ത് രൂപീകരിച്ച് 1 കൊല്ലം പ്രാഥമിക പ്രവർത്തനം. 26 ഇതൊന്നുകൂടി ഊർജിതപ്പെടുത്തണമെന്ന് തങ്ങൾക്ക് വീണ്ടും പടച്ച റബ്ബിന്റെ വിളിയാളമുണ്ടായതുകൊണ്ട് തങ്ങൾ തന്നെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മാതൃകാപരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. സമത്തയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നോക്കൂ, സമ്മേളനങ്ങൾ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിനാണ്. ബിദഈ പ്രസ്ഥാനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. കാരണം നമ്മുടെ ദീൻ എന്ന് പറയുന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്ക് പഠിക്കാതിരുന്നാൽ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ളതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പലതരത്തിലുമുള്ള പഴുതുണ്ട്. അത് ഉപകാരമുള്ള സംഗതിയിലൊക്കെ വഴിതെറ്റിക്കാൻ മാർഗം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഗതിയാണ് ചികിത്സ. ചികിത്സ ജനങ്ങൾക്ക് അത്യാവശ്യം ഏറ്റവും ഉപകാരം. ആ ചികിത്സാ രംഗത്ത് എത്ര വ്യാജ ഡോക്ടർമാരാണ്, എന്ത് ജാതി ചികിത്സകളൊക്കെയാണ്. ജനങ്ങളെ പറ്റിക്കാൻ എന്തൊക്കെ ഏർപ്പാടാ നിങ്ങൾ ആലോചിച്ചു. ലോകത്ത് അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തിപ്പോ നിങ്ങൾ കടയിൽ നിന്ന് ഏറ്റവും പ്രയോജനമുള്ള സാധനം വാങ്ങാൻ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും ഉറപ്പാ. ഉപകാരമുള്ളതിനൊക്കെ സമാന്തരങ്ങൾ ഉണ്ടാവും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു മതമാണ്, ഇലാഹിയായ മതമാണ്. അപ്പൊ ജനങ്ങൾ അത് സ്വീകരിക്കുന്ന ഉറപ്പാ. സ്വീകരിക്കുന്നതിന് വ്യാജമുണ്ടാകുക ഉറപ്പാ. അപ്പൊ പല തരത്തിലും ഇതിനെ വ്യാഖ്യാനിക്കും. അത് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആയാത്തും മുഹക്കമാത്തുണ്ട്. പുന്ന ഉമ്മുൽ കിതാബ് എന്ന് ഖുർആൻ പറഞ്ഞു, ഖണ്ഡിതമായ ആയത്തുകളും ഖുർആനിലുണ്ട്. മുതശാബിഹായ കുറെ ആയത്തുകളുണ്ട്. ഈ മുതശാബിഹായ ആയത്തുകൾ അവനാന്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആയത്തുകളാണ്. നേരിട്ട് അർത്ഥം അള്ളാഹു തന്നെ ശരിക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതും നമുക്ക് പിടുത്തം കിട്ടാത്തതുമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ദുർവ്യാഖ്യാന സാധ്യതയുള്ള ആ ആയത്തുകൾ ജനസമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആളുകൾ വരുന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ നീണ്ട ആയത്തിൽ ഞാൻ ചുരുക്കാൻ വേണ്ടി ആയത്ത് വിശദീകരിക്കാതിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ചില ആളുകൾ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി വിശദീകരണ സാധ്യതയുള്ള ആയത്തുകളെ കയറിപ്പിടിക്കും.
എന്നിട്ട് ആ ആയത്തുകൾ ജനങ്ങൾക്ക് ശരിക്കും അവർ വിശദീകരിച്ചു കൊടുക്കും തോന്നിയ പോലെ. ഈ ആയത്തിന്റെ നേരെ താഴെ പടച്ചറപ്പ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നമുക്ക്. ഈ ആയത്ത് നോക്കൊണ്ടുകൾ അമ്മല്ലദീന എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മുത്തശാബിഹായ ആയത്തുകളെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞ ആയത്തിൽ ഖുർആന്റെ അവതരണ പശ്ചാത്തലം മുതൽ വിശദീകരിച്ചുകൊണ്ട് ഫിത്നയും അതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ അതിന്റെ പിന്നാലെ പോകുന്നത് ഖുർആൻ പറഞ്ഞു. ഈ ആയത്തിന്റെ തൊട്ടടുത്തൊരു ദുആണ്, റബ്ബന ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ, നേർവഴിയിലായ ശേഷം പിന്നെ എന്റെ ഹൃദയത്തെ നീ പഴപ്പിക്കല്ലേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുസ്ലിമായ ബാപ്പാക്കുമ്മാക്കും ജനിച്ച് മുസ്ലിമായി വളർന്നിട്ട് പിന്നെ പഴക്കണ ഗതി ഉണ്ടാവരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പിഴവ് ജനങ്ങളെ പഴപ്പിക്കാനാണ് ഇവർ ഈ മുശ്രിക്ക് വാദവും കൊണ്ട് നടന്ന്. അല്ലെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന സാധുക്കളായ മുഴുവൻ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മളെ ഒരാളെയും മനസ്സിൽ അല്ലാത്തൊരു ഇലാഹില്ല. പടച്ച റബ്ബിന് സമാനമായി ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടില്ല. ഒരു വലിയും ഒരു പ്രവാചകനും അതല്ല. പക്ഷെ മഹാന്മാരെ നമ്മൾ ആദരിച്ച് സിയാറത്ത് ചെയ്യും. മഹാന്മാരെ പല ഉറൂസ് മുബാറക്ക് നടത്തും, അവരെ മൗലിദ് ഓതും. ഇതൊന്നും ജനസമൂഹത്തിൽ ദീൻ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുന്ന ഏർപ്പാടല്ല നമുക്കൊക്കെ അറിയാം. എന്നാൽ ഇവര് പറഞ്ഞു ഉറൂസ് കഴിച്ചാ ദീനിന്ന് പുറത്താ. ഓമാനൊരു ശുഹദാക്കളെ പേരിൽ ഫാത്തിഹ ഓതിപ്പോയാൽ ശരിയല്ല എന്നുള്ള താല്പര്യമാണ് അവർക്കുള്ളത്. അങ്ങനത്തെ ഒരു ഗതികേട് നമ്മുടെ സമൂഹത്തിൽ വരുത്തി വെച്ചപ്പോ ഇത് ജനങ്ങൾക്ക് ശരിക്ക് സമത്വ പഠിപ്പിച്ചു. സമത്വയുടെ പാഠം ജനങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ട് 95% ആളുകളും ഇന്നും അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ തന്നെയാണ്. ന്യൂനപക്ഷമാണ് ഇന്നും നമ്മുടെ ഈ പ്രസ്ഥാനക്കാർ. ഒരു പക്ഷെ നമ്മളെക്കാൾ മുമ്പ് വലിയ പ്രസിദ്ധീകരണ ആലയം തുടങ്ങിയ വിദഗ്ധരുണ്ട്, നമ്മളെക്കാൾ മുമ്പ് പത്രം തുടങ്ങിയ വിദഗ്ധരുണ്ട്. നമ്മുടെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നതിനേക്കാൾ മനോഹരമായ മലയാള ഭാഷയിൽ പ്രസംഗിച്ചിരുന്ന ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വിദ്യാസമ്പന്നരായ ആളുകളെ ആകർഷിച്ച് മുന്നോട്ട് പോയ പ്രസ്ഥാനങ്ങളുണ്ട്. എന്നിട്ടും സാഹചര്യം 100% അവർക്ക് അനുകൂലമായിട്ടും അവർ ഒരിക്കലും നമ്മളെക്കാൾ ബഹുഭൂരിപക്ഷമായില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സമീപത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങളിൽ ഇന്നും അവർക്ക് കബൂലിയത്തില്ല. എന്തേ കാരണം? എന്തുകൊണ്ട് സമത്വം ഇത്ര വളർന്നു? നമ്മുടെ പ്രസംഗം കൊണ്ടല്ലല്ലോ. എന്തുകൊണ്ട് സമത്വം ഇത്ര വ്യാപകമായി? ഇന്ന് കേരളത്തിലെ മദ്രസകൾ പരിശോധിച്ചാൽ, സമത്വ കേരള ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള മദ്രസകൾ, കേരളത്തിലെ മൊത്തം മദ്രസകൾ എന്നിവ തുല്യപ്പെടുത്തിയാൽ 80% സമത്വന്റെ കയ്യിലാണ്. 20% കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഓഹരി വെക്കണം. 80% മദ്രസകളും മതസ്ഥാപനങ്ങളും സമത്വയുടെ കയ്യിലാണ്. നമ്മുടെ മഹല്ലുകൾ മുഴുവൻ പരിശോധിച്ച് നോക്കും നിങ്ങൾ. 85% മഹല്ലുകൾ നമ്മളെ കൂടെയാണ്. ബാക്കിയുള്ള വിദഗ്ധക്കാർക്കൊക്കെ കൂടി 15% മഹല്ല് കേരളത്തിലുള്ളൂ. ഇത് കേരളത്തിന്റെ മൊത്തം സ്ഥിതിവിശേഷമാണ്. പഠിക്കുക നിങ്ങൾ. കേരളത്തിന്റെ മഹല്ലുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് ശരിക്കായിട്ട് ബോധ്യവും. നമ്മൾ അമിതമായ അവകാശവാദമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മതമേഖല എന്ന് പറയുന്ന സമത്വന്റെ കയ്യിൽ. ഇതെന്തുകൊണ്ട് വന്നു? അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഒന്ന്, ഉയർത്തിപ്പിടിച്ച ആദർശം വളരെ വിശുദ്ധമാണ്. പടച്ച റബ്ബിന്റെ തൗഫീഖിന്റെ സത്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചത്. രണ്ടാമത്തേത്, ഇത് കൊണ്ടു നടന്ന നേതാക്കളുടെ വ്യക്തിവിശുദ്ധി. ഈ ശുദ്ധത കൊണ്ടാണ് ആദർശ വിശുദ്ധിയും നേതൃവിശുദ്ധിയും. ഇത് രണ്ടുമാണ് ജനങ്ങളിൽ സമസ്തക്ക് വിശ്വാസം നേടിക്കൊടുത്ത. പണമല്ല, പ്രകടനപരതയല്ല, പ്രവർത്തനത്തിന്റെ മഹത്വവും അല്ല. ഇന്ന് ചില സാധനങ്ങളൊക്കെ ജനങ്ങളെ കയ്യിൽ പിടിപ്പിക്കുന്നത് പരസ്യത്തിന്റെ ഗൗരവം കൊണ്ടാണ്. ടെലിവിഷനിലും പത്രമാധ്യമങ്ങളിലും പരസ്യം വർദ്ധിച്ചാൽ ജനങ്ങൾ അത് വാങ്ങും. സമത്വയെ ജനങ്ങൾ സ്വീകരിച്ചത് പരസ്യം കൊണ്ടല്ല. പരസ്യം കൊണ്ടാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടതെങ്കിൽ കേരളത്തിൽ സമത്വയേക്കാൾ മുമ്പ് പത്രം തുടങ്ങിയ ആൾക്കാരുണ്ട്. സമത്വയേക്കാൾ മുമ്പ് വലിയ പ്രസിദ്ധീകരണ ആലയം തുടങ്ങിയ ആൾക്കാരുണ്ട്. നല്ല മലയാള ഭാഷയിൽ സമത്വന്റെ ആലിമ്യങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ നന്നായി പ്രസംഗിച്ചിരുന്ന ആൾക്കാരുണ്ട്. പള്ളികളിൽ പോലും മലയാള ഖുത്ബ നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രസംഗിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും എന്തേ സമത്വയോളം അവർക്കൊന്നും വളരാൻ പറ്റിയില്ല? അതിന് രണ്ട് കാരണങ്ങളെ നമ്മൾ കാണേണ്ടു. ഒന്ന് നേതൃവിശുദ്ധി, രണ്ട് ആദർശവിശുദ്ധി. നേതൃവിശുദ്ധിയും ആദർശവിശുദ്ധിയിലുണ്ട് പടച്ച റബ്ബിന്റെ തൗഫീഖ് ഇതിന്റെ മേലുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഈ സമത്വ കേരള ജംഇയ്യത്തുലമയെ പരിചയപ്പെട്ട് വളർന്ന് ഇന്ന് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ എത്തിയത് എന്തുകൊണ്ടാണ്? അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു സമുദായത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ? ഒന്ന് പഠിക്കും നിങ്ങൾ. ഒരു സമുദായത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന പ്രധാന ഘടകം നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടതും പറയേണ്ടതുമാണ്. ഞാൻ ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തിന്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഘടകം ഒന്ന് ജനസംഖ്യനെയാണ്. 10 ആളുണ്ടാവേണ്ട സ്ഥാനത്ത് 100 ആളുണ്ടായ ഗുണം ചെയ്യുന്ന ആർക്കറിഞ്ഞൂടാത്ത്? 100 ആളുണ്ടാവേണ്ട സ്ഥാനത്ത് 1000 ആളുണ്ടായാൽ ഉപകാരം ചെയ്യുന്ന ആർക്കറിഞ്ഞൂടാത്ത്?
ഇപ്പൊ ഈ സദസ് തന്നെ ഒരു 10,000 ആളുണ്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടി ഇതൊരു ഉഷാറുണ്ടാവുമല്ലോ, അത് ഉറപ്പല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം ഇന്ത്യയിൽ വെച്ചൊന്ന് പഠിക്കുന്നത്, ഞാനൊന്ന് വിലയിരുത്താം, നമുക്കൊന്ന് വിലയിരുത്താം. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് എവിടെയാണ്? ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിൽ കൃത്യമായ കണക്കുണ്ടല്ലോ. ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിൽ കറക്റ്റായ കണക്കുണ്ട്. കാരണം ഹജ്ജ് കോട്ട വീതം വെക്കുന്ന കണക്ക് കൃത്യമായി, ആ കണക്ക് വേണമെങ്കിൽ സൗകര്യപ്രദമായി ഞാൻ കേൾപ്പിച്ചു തരുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളുടെ എണ്ണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 4 സംസ്ഥാനമുണ്ട് നമ്മുടെ മുമ്പിൽ. കൃത്യമായ കണക്ക്, പഴയ കണക്കാണെങ്കിൽ 2001 സെൻസസ് ആണെങ്കിൽ പുതിയ സെൻസസിലും കുറച്ച് കൂടുകയല്ലാതെ മാറ്റൊന്നുമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളുടെ കഴിഞ്ഞ സെൻസസ് അനുസരിച്ചുള്ള എണ്ണം 3,40,40,158. 3,07,00,000 മുസ്ലിങ്ങൾ ഉത്തർപ്രദേശ്. അത് കഴിഞ്ഞാൽ നേരെ പശ്ചിമ ബംഗാള, നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് വരുന്ന ബംഗാളികളുടെ നാട്. 2,02,40,543 അവിടുത്തെ ജനസംഖ്യ. 2,02,50,000 പഠിക്കും നിങ്ങൾ. അത് കഴിഞ്ഞ 3-ാം സ്ഥാനം ബീഹാറ. ബീഹാറിലെ മുസ്ലിമിന്റെ എണ്ണം 1,37,22,048 കണക്ക് പ്രകാരം, ഇന്ത്യ ഗവൺമെന്റ് മുമ്പിലുള്ള കണക്കാത്. 1,37,00,000. അത് കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളുടെ എണ്ണം 1,02,70,485. 1,02,00,000. കൃത്യമായി നോക്കുന്നങ്ങൾ. ഒരു സംസ്ഥാനത്ത് 3,07,00,000, ഒരു സംസ്ഥാനത്ത് 2,02,00,000, ഒരു സംസ്ഥാനത്ത് 1,37,00,000, ഒരു സംസ്ഥാനത്ത് 1,02,00,000. 4 സംസ്ഥാനം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോടികളാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. 1 കോടി, 2 കോടി, 3 കോടി. ഈ കോടികൾ മുസ്ലിങ്ങളുടെ പ്രദേശത്ത് എന്തേ മുസ്ലിങ്ങൾക്ക് ഇസ്സത്തില്ലാതെ പോയത്? എന്തേ അവർ മുന്നോട്ട് പോകാതിരുന്നത്? കേരള മുസ്ലിങ്ങളുടെ എണ്ണം 78,63,842. 78 ലക്ഷം. നമ്മളൊരു കോടി എത്തിയിട്ടില്ല. നമ്മൾ അവരെക്കാൾ മുമ്പിലായത് എന്തുകൊണ്ടാ? എണ്ണം കൊണ്ടല്ല. അപ്പൊ എണ്ണം കൊണ്ട് ഫലം ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ അവർക്ക് എണ്ണം ഫലിച്ചില്ല. എന്തുകൊണ്ട്? എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. കൂട്ടി നിൽക്കാൻ അവർക്കൊരു ജംഇയ്യത്ത് ഉണ്ടായില്ല. അവർക്ക് സംഭവിച്ച 2 തെറ്റ്: 1 നേതൃത്വം ഉണ്ടായില്ല, 2 മതബോധം ഉണ്ടായില്ല. നമുക്കത് രണ്ടും ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി. അപ്പൊ നമ്മൾ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലം പഠിക്കണം. രണ്ടാമത്, അവരുടെയും നമ്മുടെയും സാഹചര്യം നോക്ക് നിങ്ങൾ. വളരാനും വികസിക്കാനും സകല സാഹചര്യവും അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. 700 കൊല്ലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാ. സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾ അന്നും ഇന്നും അവിടെ ഉണ്ട്. നമ്മളെ ധാരണ നമ്മൾ ഇവിടെ പണക്കാരെന്ന് വെറുതെ തോന്നുകയാണ്. ഇവിടെ ഗൾഫിൽ നിന്ന് വന്നൊരു വീടെടുത്തിട്ട് പെയിന്റ് അടിക്കാൻ പൈസ കടം വാങ്ങി പോകുന്ന സാധുവിന്റെ വീട് കണ്ടുകൾ ബേജാറാവണ്ട. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിമിന്റെ ഗതി എന്നല്ല, അവന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. നമ്മളെ മതപ്രവർത്തനം കഷ്ടപ്പെട്ട് നമ്മൾ നടത്തുന്നുള്ള ശരിയാ. മതപ്രവർത്തനം കൂടുതൽ എവിടെയാണെങ്കിലും മതപ്രവർത്തനത്തിന് വേണ്ടി വഖഫ് സ്വത്ത് കൂടുതൽ എവിടെയാ? കേരളത്തിന്റെ പുറത്താ. എന്താ? രാജാക്കന്മാർ വഖഫ് ചെയ്ത കോടികളുടെ ആസ്തിയുണ്ട് അവിടെ. മുസ്ലിം രാജാക്കന്മാർ വഖഫ് ചെയ്തത് പലതും അന്യാധീനപ്പെട്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് പൈസ കുറവാ. ഇനി സാഹചര്യത്തിന്റെ കഥ പറഞ്ഞാലോ? സാഹചര്യത്തിന്റെ കഥ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കൊന്ന് തിരിഞ്ഞു നോക്കുങ്ങള്. 700 കൊല്ലം ഇന്ത്യ ഭരിച്ചപ്പോ നല്ല അന്തസ്സുള്ള ഒരു സമൂഹത്തെ അവിടെ ഉണ്ടായിട്ടുണ്ട്. വിഭജനം നടക്കുന്ന സമയത്ത് ചില കെടുതികളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതൊക്കെ സാധാരണക്കാരനെ തെരുവിൽ ബാധിച്ചു, സമ്പന്നനെ ബാധിച്ചിട്ടൊന്നുമില്ല. സമ്പന്നരായ ആളുകൾക്ക് ഒരു കുഴപ്പമോടെ പറ്റിയിട്ടില്ല. ഇന്നും രാജാക്കന്മാരെ പോലെ കഴിയുന്ന മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനൊക്കെ നമ്മൾ കേട്ടത് കുഴപ്പമുണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ കേൾക്കൂല. കേൾക്കാത്ത ദാവൂദ് ഇബ്രാഹിമാർ നോർത്ത് ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ഇവിടെ വിരലിലുണ്ടാവുന്ന കുറച്ച് പണക്കാരേ ഉള്ളൂ. കേരളം ഇപ്പോഴും സാമ്പത്തികമായി പുറകില. മുസ്ലിങ്ങൾ, കേരള മുസ്ലിങ്ങൾ അവരിപ്പോഴും മുന്നില. മാത്രമല്ല, നമ്മളെ ഒരു പഴയ അവസ്ഥ തന്നെ. ഈ നാട് ഏതാ നിങ്ങൾക്കറിയില്ലേ? 921 ബ്രിട്ടീഷുകാർ ചവിട്ടി നിരങ്ങിയ മണ്ണാത്. മലപ്പുറത്തുണ്ടല്ലോ മലബാർ സ്പെഷ്യൽ പോലീസ്. ഇന്ത്യയിൽ പഞ്ചാബിലെ സ്പെഷ്യൽ പോലീസ്. നമ്മുടെ രാജ്യത്ത് കാശ്മീരിലെ കാശ്മീർ സ്പെഷ്യൽ പോലീസ് ഇല്ല, മലബാർ സ്പെഷ്യൽ പോലീസ് ഇല്ലോ. എന്താ? മലബാറിലെ മാപ്പിളമാരെ ചവിട്ടി ഒതുക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിന്റെ തുടർച്ചയാണ്. നമ്മളെ നാട് കുട്ടിച്ചോറാക്കാൻ അവർ കൊണ്ടുവന്നതിന്റെ ബാക്കിയാണിത്. നമ്മുടെ നാട്ടിലെ മാപ്പിളമാരെ ബ്രിട്ടീഷുകാർ പേടിച്ചിട്ട് നല്ലൊരു ശതമാനത്തെ വെടിവെച്ച് കൊന്നു, നല്ലൊരു ശതമാനത്തെ നാട് കടത്തി അന്തമാനിലേക്ക് പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി കൊന്നു, ജീവചവങ്ങളാക്കി. നിങ്ങൾക്കറിയോ നമ്മുടെ നാടിന്റെ ഗതി? യത്തീമക്കൾ ഇങ്ങനെ പൊടുക്കളെ പോലെ പെരുകിയിട്ട് കുട്ടികളെ ഏറ്റെടുക്കാൻ ആളില്ലാതെ മക്കള് വാവിട്ട് കരഞ്ഞപ്പോ ബാപ്പ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടു, ഉമ്മയെ ബലാത്സംഗം ചെയ്ത് കൊന്നു ബ്രിട്ടീഷുകാർ. നമ്മുടെ നാടിന്റെ പഴയ കഥയാണ്. യത്തീമകൾ ഇങ്ങോട്ട് പെരുകിയിട്ട് നിവൃത്തിയില്ലാഞ്ഞിട്ട് അന്നത്തെ മുസ്ലിം നേതാക്കന്മാർ കലക്ടർ തോമസിനെ പോയി കണ്ടു. ജില്ലാ കലക്ടർ തോമസിനോട് ചെന്നിട്ട് പറഞ്ഞു, ഈ കുട്ടികളൊന്ന് താമസിപ്പിക്കാനും
ഇവരെ ഏറ്റെടുക്കാനും ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. തോമസ് പുച്ഛിച്ചു, കമ്പനിക്കെതിരെ സമരം ചെയ്തവന്റെ മക്കളല്ലേ പട്ടിണി കിടന്ന് ചത്തോട്ടെ. സങ്കടപ്പെട്ട് അന്നത്തെ മുസ്ലിം നേതാക്കൾ പൈസ പിരിച്ചിട്ട് ഈ വിവരം ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി 2 പത്രത്തിൽ വാർത്ത കൊടുത്തു, പരസ്യം കൊടുത്തു. സങ്കട കഥ പരസ്യം കൊടുത്തു. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുത്താൽ ഇന്നാ തീരും ആൾക്കാർക്ക്. എങ്ങനെ കുഴപ്പമില്ല, അവിടെ ഇരിക്കും. എന്നെ സഹായിക്കേണ്ടവർ ചെന്ന് സഹായിക്കട്ടെ. ലോറി മറിഞ്ഞതാ, തട്ടിയുള്ളൂ, അത്രയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു സലാമത്താക്കട്ടെ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുവരികയാണ്. അന്ന് നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു ദിനപത്രത്തിലും ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ക്രോണിക്കൽ ദിനപത്രത്തിലും പരസ്യം കൊടുത്തു. നമ്മളെ മക്കളെ സങ്കടകഥ പഠിക്കണങ്ങൾ. ഈ സങ്കടകഥ പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോ അന്ന് പഞ്ചാബിലുണ്ടായിരുന്ന വലിയൊരു പണക്കാരൻ ഹുസൂരി സാഹിബ് എന്ന് പറയും അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 2 മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ, മക്കളെ, ഈ പത്രത്തിലെ സങ്കടകഥ കണ്ട നിങ്ങൾ, നമ്മളെ മക്കളാണ് ഇതുപോലെ കട്ടപ്പെട്ട് കഴിയുന്നത്. അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരും ഉടനെ കോഴിക്കോട്ട് പോകണം. മലബാറിൽ ചെന്നിട്ട് മുസ്ലിം സമൂഹത്തെ നേരിട്ട് കണ്ടിട്ട് മലബാറിലെ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച ഈ അപകടത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. റബ്ബ് നമുക്ക് നിഅമത്ത് തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേര് നേരെ കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് വന്നിട്ട് മലബാറിലെ പല മേഖലകളും സന്ദർശിച്ചു. മലബാർ സന്ദർശിച്ചുകൊണ്ട് പല മേഖലകളിലും അവർ കടന്നു ചെന്നിട്ട് മലബാറിലെ പല മേഖലയിലും അവർ ശരിക്ക് അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, മരുന്ന് കൊടുത്തു. 6 മാസം നമ്മളെ മക്കളെ പോറ്റി. 6 മാസക്കാലം നമ്മളെ മക്കളെ കൃത്യമായി പോറ്റിയിട്ട് പിന്നെ ഈ മക്കളെ ഓരോ വീടുകളിലേക്ക് പറഞ്ഞേക്കാൻ നോക്കുമ്പോ ഒരൊറ്റ വീട്ടുകാരില്ല. കാരണം എന്താ? ഈ മക്കൾക്ക് ആരുമില്ല, നിവൃത്തിയില്ലാത്ത കൊണ്ട് ഇവര് നേരെ പിതാവിനെ ബന്ധപ്പെട്ടു. പിതാവ് മെമ്പറായ അന്നത്തെ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജമിയത്ത് ദഅവത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയുടെ കീഴിൽ കേരളത്തിൽ ആദ്യമായി യതീം കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു യതീംഖാന ഉണ്ടാക്കി. അതാണ് JDT ഇസ്ലാം കോഴിക്കോട്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ യതീംഖാന ആദ്യമായി കേരളത്തിലെ ഏറ്റവും വലിയ യതീംഖാനയും അനാഥശാലയുമായി കോഴിക്കോട്ട് വരികയാണ്. ഒന്ന് ഇരുന്ന് ചിന്തിക്കും, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ സംഗതി? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് എവിടെയാ? നമ്മളെ കുട്ടികളെ പോറ്റാൻ പഞ്ചാബിൽ നിന്നൊരു ധനാഢ്യൻ ബോംബെയിൽ ഒരു സംഘടനയെ കൊണ്ട് യതീംഖാന ഉണ്ടാക്കിയിട്ട് വസ്ത്രവും മരുന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോറ്റിയ ആൾക്കാരാ നമ്മൾ. അവരെ സഹായത്തിന് കൈനീട്ടി യാചിക്കുന്ന ആൾക്കാരാ. ആ നമ്മൾ ഇന്ന് ബഗൽപൂർ കലാപമുണ്ടായപ്പോഴും, മുസഫർ നഗർ കലാപമുണ്ടായപ്പോഴും, ഭീവണ്ടി കലാപമുണ്ടായപ്പോഴും, ആസാമിലെ നെല്ലിയിൽ കലാപമുണ്ടായപ്പോഴും, മോനെ അത് വേണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. അങ്ങനെ വളരെ കൃത്യമായി ഇവിടുന്ന് പണം പിരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ഇവിടുന്ന് പണം പിരിച്ച് കൃത്യമായി അങ്ങോട്ട് കൊണ്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രമാത്രം നമ്മൾ സാമ്പത്തികമായി ഉയർന്നു, നമ്മൾ സംഘടിതമായി ഉയർന്നു. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എങ്ങനെ ഉയർന്നു? നമ്മളെ നേതാക്കളെ നമ്മളെ നേർവഴിക്ക് നയിച്ച് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നപ്പോ ആരാന്റെ പണം കൊണ്ട് ആദ്യം യതീംഖാന ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിച്ച നമ്മൾ അവർക്ക് യതീംഖാന ഉണ്ടാക്കി കൊടുക്കാനും ഇന്ന് ദാറുൽ സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ച് എന്നോണം ഓഫ് ക്യാമ്പസ് കൃത്യമായി പശ്ചിമ ബംഗാളിൽ നമ്മൾ ഉണ്ടാക്കി. നോക്കണം, 2.25 കോടി മുസ്ലിങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ ദീൻ പഠിക്കാൻ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കുന്നത് 78 ലക്ഷം മുസ്ലിങ്ങളുടെ കേരളത്തിലെ നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരും പോയി തറക്കല്ലിട. ആസാമിൽ നമ്മുടെ സ്ഥാപനത്തിന് തറക്കല്ലിട്ടു. ബോംബെയിൽ നമ്മൾ സ്ഥാപനം ഉണ്ടാക്കുക. നോക്കണം, 1.25 കോടി മുസ്ലിങ്ങളുള്ള മഹാരാഷ്ട്രയില് നമ്മളാണ് ദാറുൽ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കണം നിങ്ങൾ. മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ എങ്ങനെ ഇത് നേടിയെന്ന് ചിന്തിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത് നേടിയത് നമ്മുടെ സംഘശക്തി കൊണ്ട് മാത്രമാണ്. ഈ സംഘശക്തി നമുക്ക് ഭൗതികവും ദീനിപരമായ നേട്ടം നൽകി. നമ്മുടെ ഭൗതിക നേട്ടമാണ് മറ്റുള്ളവർക്ക് നമ്മൾ സഹായം എത്തിക്കാൻ മാത്രം സംഘടിത ശക്തിയായി. നമ്മുടെ രാഷ്ട്രീയ ശക്തി പോലും ഈ മതബോധത്തിൽ നിന്നുണ്ടായതാ. ഈ രീതിയിൽ ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംഘടനയെ അള്ളാഹു ഇത്രയൊക്കെ സഹായിച്ചത് ഇതിന്റെ തുടക്കത്തിൽ പ്രവർത്തിച്ച മഹാന്മാരെ പ്രവർത്തന വിശുദ്ധി കൊണ്ട. നിങ്ങൾക്കറിയില്ലേ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാന്റെ ഖബർ പടച്ചറബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വം ഞാൻ പറയാതെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഞാനത് വിശദീകരിച്ച് തരേണ്ട യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ജനങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എന്റെ ഒരു സുഹൃത്ത്
എടവണ്ണപ്പാറ റഷീദിയ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സ്മരണികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു സംഗതി എനിക്കും നിങ്ങൾക്കും പാഠമാണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും. ഇദ്ദേഹം കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം കൊണ്ടോട്ടിന്ന് ഒരു ടീം വന്നിട്ട് അവിടെ ഇറങ്ങി. ആ ടീം വന്നിറങ്ങിയിട്ട് ഇയാളെ നാട്ടുകാരായതുകൊണ്ട് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കണ്ണിയത്തിന്റെ അടുത്തൊന്ന് പോകണം അത്യാവശ്യമായിട്ട്. അപ്പൊ കണ്ണിയത്തിന്റെ അടുത്ത് പോയിട്ട് വേഗം തിരിച്ചു വരണം, ഇല്ലെങ്കിൽ പിന്നെ കൊണ്ടോട്ടിക്ക് ബസ് കിട്ടൂല, മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം നമുക്കൊരു ജീപ്പ് പിടിച്ച് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അവരെ കൂടെ കൂടി ഒരു ജീപ്പ് പിടിച്ച്, അപ്പൊ ജീപ്പിന്റെ ഡ്രൈവർ ഒരു അമുസ്ലിം ആയതുകൊണ്ട് ജീപ്പ് പിടിച്ചപ്പോ ഒരു ഡ്രൈവറോട് പറഞ്ഞു വാഴക്കാട്ടേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അമുസ്ലിം ആയതുകൊണ്ട് കണ്ണിയത്തിന്റെ വീട്ടിലേക്കാന്നൊന്നും പറഞ്ഞില്ല. ഇവര് വണ്ടിയിൽ കയറി. ഇവൻ വൈകുന്നേരം ഒരു ട്രിപ്പ് നിർത്താൻ സമയത്ത് കിട്ടിയ സന്തോഷത്തിൽ വണ്ടി ഓട്ടുകയും ചെയ്തു. അങ്ങനെ വണ്ടി ഓട്ടി നേരെ വാഴക്കാട്ടേക്ക് പോയി. വാഴക്കാട്ടെത്തുന്നതിന്റെ അല്പം മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞു പോകണമല്ലോ കണ്ണിയത്തുസ്താന്റെ വീട്ടിലേക്ക്. പ്രാദേശിക വിവരമുള്ള നിങ്ങളോട് ഞാനത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇടത്തോട്ട് തിരിയണം എന്ന് ഈ ഡ്രൈവറോട് പറഞ്ഞപ്പോ ഡ്രൈവർ തിരിച്ചു വെച്ച്, നിങ്ങൾ വാഴക്കാട്ടേക്കാന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വാഴക്കാട്ടേക്കാന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, കണ്ണിയത്തുസ്താന്റെ വീട്ടിലേക്കാണ്. കണ്ണിയത്തുസ്താന്റെ വീട്ടിലേക്കാന്ന് കേട്ടതോടുകൂടി ആ ഡ്രൈവർ വണ്ടി സൈഡാക്കി അവിടെ നിർത്തി. ഓർക്കണം നിങ്ങൾ, 989 ഒരു സംഭവം ഞാൻ പറയുന്നത്. കണ്ണിയത്തിന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോ ഡ്രൈവർ അവിടെ സൈഡാക്കി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഡ്രൈവർ പുറത്തിറങ്ങി. ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്ത പ്രവർത്തനം അവന്റെ മടക്കി കുത്തഴിച്ചിട്ടു. ഹിന്ദുവായ ഡ്രൈവർ. രണ്ടാമത് അവന്റെ തലയിൽ ഒരു കെട്ട് കെട്ടി, ആ കെട്ടഴിച്ചിട്ട് ചുരുട്ടിയിട്ട് ആ കെട്ട് നേരെ ആ വാഹനത്തിന്റെ ഡാഷ് ബോക്സിന്റെ ഉള്ളിൽ വെച്ചു. ഈ ഡ്രൈവർ ഇനി ഇവിടുന്നാണ് ചെന്നാലും കണ്ണിയത്തുസ്താദിനെ കാണാൻ പോണില്ല, കണ്ണിയത്തുസ്താദ് ഇവനെയും കാണാൻ പോണില്ല. പിന്നെ എന്തിനാ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് തന്നെ ഇവനിങ്ങനെ ഒരുങ്ങിയത്? അതും ഹിന്ദുവായൊരു മനുഷ്യൻ. അള്ളാഹു കണ്ണിയത്തുസ്താദിനെ കുറിച്ച് അവന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തൊരു മതിപ്പാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ കുറിച്ച് ഹദീസിൽ പറഞ്ഞ സംഭവം വിശദീകരിക്കുമ്പോൾ കാണാം, സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, ഭൂമിയിൽ ഒരു കബൂലിയത്ത് അള്ളാഹു വെച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ കബൂലിയത്ത് ശരിക്ക് പടച്ചറപ്പാണ് വെച്ചു കൊടുത്തു. അത് ഫിൽ അർളാണ്, ഭൂമിയിലാണ്. ജീവജാലങ്ങൾക്ക് വരെ അത് ബാധകമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രം. കബൂലു ഫിൽ അർളി ഫിൽ മുസ്ലിമീൻ എന്നല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ചരാചരങ്ങളും അദ്ദേഹത്തെ ബഹുമാനിക്കും. പിന്നെ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ള കൊടുക്കുന്ന ഒരു മഹത്വമാണ്. ആ മഹത്വം പടച്ചറപ്പ് കണ്ണിയത്തുസ്താദിനെ വെച്ച് നീട്ടിക്കൊടുത്തു. ആ കണ്ണിയത്തുസ്താദ് നമ്മളെ നയിച്ചപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ആ മഹാനല്ലേ നമ്മളെ ശരിക്കും നയിച്ചു കൊണ്ടുപോയത്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനുഭാവന്റെ വലിപ്പം ഞാൻ നിങ്ങളോട് ഇപ്പൊ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതം, വ്യക്തിത്വം അതൊക്കെ ശരിക്കും അറിഞ്ഞവരാണ് എന്റെ മുമ്പിലുള്ളത്. അവിടെ ഞാൻ ആ ഭാഗം വിട്ടുകളിയാണ്. കാരണം നിങ്ങളോടിപ്പോ കണ്ണിയത്തുസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും മഹത്വം ഞാൻ പറയുക എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ച ആളുകൾ ഇവിടെ പലരുണ്ട്. ആ 2 മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ സമത്തയിൽ ഷെയ്ഖാനി തന്നെയാണ്. അവര് 2 പേരുടെയൊക്കെ അതിൽ കണ്ണിയത്തുസ്താദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മുല്ലക്കോയത്തങ്ങൾ സമത്ത രൂപീകരിക്കുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള ആളാണ് അദ്ദേഹം. അതിന്റെ മുഷാവറയാണ് തലപ്പത്തുള്ള സമിതി. മുല്ലക്കോയത്തങ്ങളെ മുഷാവറയിൽ മുല്ലക്കോയത്തങ്ങളെ കാണുകയും മുല്ലക്കോയത്തങ്ങളെ ദുആ ആമീൻ പറയുകയും മുല്ലക്കോയത്തങ്ങൾ രൂപീകരിച്ച സംഘത്തിൽ അംഗമാവുകയും ചെയ്ത ഒരു വലിയ മുഹഖിഖീൻ കണ്ണിയത്തുസ്താദ്. അങ്ങനെയുള്ള റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്തുസ്താദിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. സമത്തക്ക് അദ്ദേഹം ചെയ്ത സേവനം 26ാമത്തെ വയസ്സ് മുതൽ അതിന്റെ 26ാമത്തെ മുഷാവറ മെമ്പറായി മുല്ലക്കോയത്തങ്ങൾ 926-ൽ സമത്ത രൂപീകരിക്കുമ്പോ മുല്ലക്കോയത്തങ്ങളുടെ കൂടെ കണ്ണിയത്തുസ്താദ് ഉണ്ട്. ആ മഹാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ശംസുൽ ഉലമ എന്ന് പറയുന്ന മഹാന്റെ സവിശേഷത എന്ന് പറയുന്നത്, സമത്ത കേരള ജമിയത്തുൽ ഉലമയെ വിശ്വപ്രസിദ്ധമാക്കി അദ്ദേഹം. ലോകം മുഴുവൻ സമത്തയെ അദ്ദേഹം പ്രസിദ്ധമാക്കി. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി പോലും സമത്ത എന്ന സംഘടനയെ ശ്രദ്ധിക്കുന്ന അവസ്ഥയുണ്ടാക്കി. ലോകതലത്തിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതനായി പടച്ചറബ മഹാനുഭാവന ഉയർത്തി. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ കഴിവാണത്. ഖാദിയാനി പ്രസ്ഥാനത്തെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ മിഷണറി പ്രവർത്തനത്തെ എതിർത്തുകൊണ്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം നേടി. മുത്തനൂർ കേസ് അദ്ദേഹം വാദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട തൃപ്പനച്ച് ഉസ്താദ് പറഞ്ഞിരുന്നു, ഞാൻ അന്ന് പഠിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള മുസ്ലിയാരങ്ങാടി ദർസില. രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ച് നേരെ നടക്കും മഞ്ചേരിയിലേക്ക്. മഞ്ചേരി ചെന്നിട്ട് കോടതിയിൽ നേരത്തെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കേസ് വാദിക്കാൻ വരുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പോകും. തൃപ്പനച്ച് ഉസ്താദെ, അള്ളാഹുവിന്റെ ഒരു വലിയ ശൈഖുനാന്റെ വാദം കേൾക്കാൻ വേണ്ടി പോകുന്നു പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എത്രയാ? അതാണ് നമ്മുടെ സമൂഹത്തിൽ ശംസുൽ ഉലമക്കുള്ള സ്ഥാനം. ശംസുൽ ഉലമന്റെ വാദം കേൾക്കാൻ
ദർസ് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട തൃപ്പച്ചി ഉസ്താദ് പോകുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാരോട് മുരീദുമാരോട് അദ്ദേഹം പറഞ്ഞത് അവരെന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ മഹാന്മാര് രണ്ടാള് സമത്തെ നയിക്കുമ്പോ ആ സമത്വ കേരള ജമിയത്തുലമയെ നയിച്ച ഈ മഹത്തുക്കൾ ഇവിടെ ചെയ്ത പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോ 89 ബഹുമാനപ്പെട്ട സമത്വ കേരള ജമിയത്തുലമയിൽ നിന്നും ഒരു കൂട്ടര് മാറിപ്പോകുന്നത്. 1989 നിന്ന് എന്തിനിവരെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എന്തിനിവര് മാറി നിൽക്കുന്ന സാഹചര്യം വന്നു? കണ്ണിയത്ത് ഉസ്താദ് മരണപ്പെടുന്നത് 1993 ശംസുലമ മരണപ്പെടുന്നത് 1996 കണ്ണിയത്തും ശംസുലമയും ഇവർ 89 പുതിയ പാർട്ടി ഉണ്ടാക്കിയ ശേഷവും ഇവിടെ ഉണ്ട്. കണ്ണിയത്തും ശംസുലമയും ജീവിച്ചിരിക്കും എന്തിനാ പുതിയ പാർട്ടി ഉണ്ടാക്കി ഇവര് പോയത്? ഇവര് പുതിയ സംഘടന രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്തിനാ? എന്തേ കണ്ണിയത്ത് ഉസ്താദിനെ തെറ്റുപറ്റി, എന്തേ ശംസുലമക്ക് തെറ്റുപറ്റി പറയട്ടെ. ആ രണ്ട് മഹത്തുക്കളുടെയും ചരിത്രം പഠിക്കട്ടെ. അവര് രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോ വേറൊരു സംഘടന രൂപീകരിക്കാൻ പാടുണ്ടോ? ഒന്ന് ചിന്തിക്കണ്ട നിങ്ങൾ. ആ രണ്ട് മഹത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോ വേറെ സംഘടന ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഉണ്ടാക്കി അവരാരെയാ പ്രസിഡന്റ് ആക്കിയത്? പ്രസിഡന്റ് മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. നമുക്ക് ആരോടൊരു അന്ധമായ വിരോധമല്ല. അവർ പ്രസിഡന്റ് ആക്കിയ ആളാരാ? അവര് പ്രസിഡന്റ് ആക്കിയത് കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാകുന്ന ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യന്. ശംസുലമന്റെ പള്ളി ദർസിൽ 4 കൊല്ലം പഠിച്ച ആളെ പ്രസിഡന്റ് ആക്കിയിട്ടൊരു സംഘടന. സെക്രട്ടറിയോ ശംസുലമയുടെ ശിഷ്യനാകുന്ന KK അബൂബക്കർ ഹസരത്ത് എന്ന മഹാപണ്ഡിതന്റെ ശിഷ്യന്. ഈ ശിഷ്യന്മാർ കൂടിയിട്ട് ഒരു സംഘടന ഉസ്താദുമാർക്ക് ഉണ്ടാക്കുക. ഞാനിത് പറയുമ്പോ എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. 89 കഥയാണ് ഞാൻ പറയുന്നത്. 989 കഴിഞ്ഞിട്ട് ഇന്ന് 2015 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2015 ഒരു 10-25 കൊല്ലത്തെ ദൂരമുണ്ട്. എന്നാൽ അന്നൊരു 15 വയസ്സുള്ള ആളുകൾക്ക് ഈ കഥയെക്കുറിച്ച് ബോധ്യമാകും. അന്നൊരു 15 വയസ്സെങ്കിലും വേണം. അന്നൊരു 15 വയസ്സുള്ള ആളുകൾക്ക് ഈ കഥയെക്കുറിച്ച് ബോധ്യമാവും. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് ഈ കഥ പുതിയതാ. 40 വയസ്സിന്റെ മേലുള്ള ആൾക്കാർക്ക് ഈ കഥ ശരിക്കറിയും. ഇപ്പൊ ഞാൻ നേരത്തെ മുളമ്പൊടി കഥ പറഞ്ഞപ്പോ തന്നെ അത് കേൾക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവും, അത് അനുഭവിക്കാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കറിയുന്ന പോലെയല്ല. അത് ഈ നാടിന്റെ ഒരു വശത്തിൽ എന്നതുപോലെ 89 കഥ 40 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് അറിയില്ല. 40 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ, ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഞാൻ അവരെ കുറ്റപ്പെടുത്തൂല. അവര് മുമ്പിൽ കാണുന്ന എന്താ? അവിടെയും മുസ്ലിയാക്കന്മാര്, ഇപ്പുറത്ത് മുസ്ലിയാക്കന്മാര്, അവിടെയും താടി, ഇവിടെയും താടി, അവിടെയും തലയിക്കെട്ടി, ഇവിടെയും തലയിക്കെട്ടി, എന്തിനായി കുഴപ്പമെന്ന് അവർ ചോദിക്കുന്നത്. അതും സമർത്ഥ, ഇതും സമർത്ഥ. ഇവർക്ക് രണ്ടും കണക്കാം. ഇത് രണ്ടും മുസ്ലിയാക്കന്മാരല്ലേ, രണ്ടും ആലിമീങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഓതുന്ന ഖുർആനാണല്ലോ. ചേകനൂർ മൗലവി വന്നിട്ട് എന്താ ഓതിയത്? ആരാ നിങ്ങളോട് 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞത് അഖിമി സ്വലാത്ത തൊറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈലീന. നിങ്ങൾ പകലിന്റെ 2 അറ്റത്തും രാത്രി 40 നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. 2+1 3 ആരാ 5 ആക്കിയത് എന്ന് വെച്ചോണ്ട് 3 മതി എന്ന് പറഞ്ഞു. ആയത്താ ഓതിയത്. അത് മൂല്യരന്. വേറൊരു കൂട്ടര് വന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നിസ്കാര നോമ്പാദി കർമ്മങ്ങളൊക്കെ അള്ളണ്ടെന്ന് ബോധ്യപ്പെടുന്നവരെ ചെയ്താൽ മതി, പടച്ചുണ്ടെന്ന് ഉറപ്പാക്കാനാണത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അള്ളണ്ടെന്ന് ഉറപ്പാകുന്നവരെ ആരാധിച്ചാൽ മതി, പിന്നെ വേണ്ട. അള്ളണ്ടെന്ന് ഉറപ്പായ പിന്നെ നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതും മൂല്യമാരെന്നെയും അതും ദീനെന്നെയും. അപ്പൊ ഇതൊക്കെ എന്നതുപോലെ വേഷം കെട്ടി എന്നതുകൊണ്ടോ ആ ഭാവങ്ങൾ പ്രകടിപ്പിച്ചു എന്നതുകൊണ്ടോ ഒരിക്കലും ദീൻ ശരിയാവണമെന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പുറത്ത് കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും, അപ്പുറത്ത് മുഴുവൻ ശിഷ്യന്മാരും. ഇപ്പുറത്തുള്ള മനുഷ്യന്മാരുടെ ഒരൊറ്റ ഉസ്താദും അപ്പുറത്തില്ല. ഇപ്പുറത്തുള്ള പണ്ഡിതന്മാരുടെ ഒരൊറ്റ ഉസ്താദും അപ്പുറത്തില്ല. ഗുരുശിഷ്യ ബന്ധത്തിന്റെ പ്രത്യേകത ശരിക്കും മനസ്സിലാക്കണം. പിന്നെ എന്താ ഈ പിളർപ്പിന്റെ ആധാരം? അതിന് പിളർപ്പ് എന്ന് പറയാനേ പാടില്ല. 2 സമത്താന്നും പറയാൻ പാടില്ല. ഇത് ശരിക്ക് ഒരു ഭിന്നിപ്പുണ്ടാക്കിയ ആളുകളെ സമത്തിൽ നിന്ന് നീക്കം ചെയ്തു. എന്താണ് അതിന്റെ പശ്ചാത്തലം? മനസ്സിലാകാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചോ, ഒന്നുകൂടി അന്വേഷിച്ചോളൂ. ഞാൻ പറയുന്ന മുഴുവൻ വിശ്വസിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ആണോ എന്ന് ശരിക്കൊന്ന് അന്വേഷിക്കുക. സമത്വ കേരള ജമിയത്തുലമയുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് മതപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതിന് രാഷ്ട്രീയം കലർത്താറില്ല. രാഷ്ട്രീയപരമായി നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ള പാർട്ടിയിൽ അണിനിരക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും മലബാറിലും കേരളത്തിലും സമത്വയിലുമൊക്കെ പാണക്കാട് കുടുംബത്തോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ സമത്വം മുഴുവൻ മുസ്ലിം ലീഗായി എന്നതിന് അർത്ഥമില്ല. മുസ്ലിം ലീഗുകാരായ ആളുകൾ സമത്വയിലുണ്ടാവും, മുസ്ലിം ലീഗുകാരല്ലാത്തവരും സമത്വയിലുണ്ടാവും. 2 കൂട്ടരും സമത്വയിലുണ്ടാവും. എല്ലാ മുസ്ലിം ലീഗുകാരും സമത്വക്കാരായിക്കൊള്ളുന്നില്ല, എല്ലാ സമത്വക്കാരും മുസ്ലിം ലീഗുകാരായിക്കൊള്ളുന്നില്ല. ആണല്ലോ.
ആ ഒരു ഉമൂമു ഖുസൂസ് മിൻവജ്ഹിന്റെ അതൊക്കെ ശരിക്കും പഠിച്ച ആൾക്കാരുണ്ടാവുമല്ലോ അവിടെ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ സദസ്സിൽ സമത്തെ അംഗീകരിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ എല്ലാവരും ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കൊള്ളുന്നില്ല. ബാഫയ്ക്ക് തങ്ങൾ സമത്തെ നയിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു, സമത്ത മുഷാവറ മെമ്പറായിരുന്നു, സമത്ത ലീഗായി എന്ന് ആരും പറഞ്ഞിട്ടില്ല. പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ സമത്ത മുഷാവറ മെമ്പറായിരുന്നു, സുന്നിയ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഒരാളും പറഞ്ഞിട്ടില്ല സമത്ത ലീഗായി. ശംസുലമ ഒരു കാലത്ത് കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അന്ന് ആരും പറഞ്ഞില്ല സമത്ത കോൺഗ്രസ് ആയി. ആ രീതിയിൽ സമത്തയിൽ എല്ലാ വിഭാഗ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഉണ്ടായിരുന്നു. അത് സമത്ത കേരള ജമിയത്തിന് വേണ്ടി ഒരു തത്വമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അന്ധമായി എതിർക്കുകയോ അനുകൂലിക്കുകയോ സമത്തയുടെ നയമല്ല. കാലചക്രം കറങ്ങി. സമത്ത കേരള ജമിയത്തുലമയിൽ ചില ആളുകൾ 1974 കടന്നു വന്നു. ഇന്ന് അഖിലേന്ത്യാ പരിവേഷമുള്ള നേതാവ് സമത്തയിൽ വരുന്നത് 1974. 74 അദ്ദേഹം വന്നു. 79 തന്നെ സമത്തയോട് അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചു. കോഴിക്കോട് ജില്ലാ സുന്നിയൽ സംഘത്തിന്റെ പേരിൽ ഒരു പ്രമേയം, ഒരു ആവശ്യം എന്താ? സമസ്ത ഒന്നുകിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സുന്നിയൽ സംഘത്തെ സമത്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കുക. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയാക്കുക എന്നുള്ള വാദത്തിന്റെ കാരണം രാഷ്ട്രീയക്കാർക്ക് വലിയ സ്വീകാര്യത ഒക്കെ കിട്ടുന്നുണ്ട്. ഇവർ ധരിച്ചത് സകല പള്ളിയുടെ ഉദ്ഘാടനത്തിനും സകല പള്ളിയുടെ തറക്കല്ലിടനും പാണക്കാട്ട് തങ്ങളെയാണ് കൊണ്ടുവരുന്നത്. അത് കേവല രാഷ്ട്രീയം കൊണ്ടാണെന്നൊരു തെറ്റിദ്ധാരണ അവർക്ക് തോന്നി. അത് രാഷ്ട്രീയമല്ലല്ലോ. അപ്പൊ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന്റെ തലപ്പത്ത് നമ്മൾ വരണം എന്ന് അദ്ദേഹം താല്പര്യപ്പെട്ടത്. സമസ്ത മുഷാവറ യോഗം ചേർന്നിട്ട് പറഞ്ഞു, സമസ്തക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്കാകാം. സമസ്ത അങ്ങനെ തീരുമാനിച്ചതോടുകൂടി ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ അദ്ദേഹം തന്റെ അണികളെ അതിന് സജ്ജമാക്കി കൊണ്ടുവന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അന്നത്തെ പ്രത്യേക സാഹചര്യം മുസ്ലിം ലീഗിനെ അന്ധമായി എതിർക്കാൻ തുടങ്ങി. അപ്പൊ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ വരെ പിന്തുണക്കാൻ തുടങ്ങി. ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോ സുന്നിയൽ സംഘത്തിന്റെ പത്രം ഉപയോഗിച്ച് ഇന്നയാളെ ജയിപ്പിക്കണം, ഇന്നയാളെ തോൽപ്പിക്കണം എന്ന രീതിയിൽ വാർത്ത വരാൻ തുടങ്ങി. താല്പര്യമുള്ളവരെ ജയിപ്പിക്കാനും താല്പര്യമുള്ളവരെ തോൽപ്പിക്കാനും സമത്തയുടെ നയമായിരുന്നില്ല. സമത്തയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണത്. അതിന് ഏറ്റവും പ്രധാന നമ്മളെ ഈ മണ്ഡലം, അന്നത്തെ കൊണ്ടോട്ടി നിയോജക മണ്ഡലം, സീതി ഹാജി മത്സരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സീതി ഹാജി മത്സരിച്ചപ്പോ സീതി ഹാജിക്കെതിരെ കൊണ്ടോട്ടി ടൗണില് SSFന്റെയും സമസ്തയുടെയും കൊടി ഇങ്ങനെ കെട്ടിയിട്ട് ജീപ്പിന്റെ ബോണറ്റിൽ കയറി പ്രസംഗിച്ചു സുന്നിയൽ സംഘത്തിന്റെ നേതാവ്. SSFന്റെ നേതാക്കൾ സീതി ഹാജിയെ തോൽപ്പിക്കണം, അത് സമസ്തയുടെ നയമാകുന്നു എന്നാ പ്രസംഗിച്ചത്. സമസ്തക്ക് അങ്ങനെ ഒരു നയമില്ല. അപ്പോഴാണ് പത്രക്കാര് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി അദ്ദേഹത്തെ പോയി കണ്ടു. എന്റെ ശംസുലമയെ കാണാഞ്ഞെന്ന് ചോദിച്ചു. ശംസുലമ പത്രക്കാരോട് പ്രതികരിക്കാറില്ല. അദ്ദേഹം പത്രക്കാരെ കാണാൻ താല്പര്യപ്പെടാത്ത ആളാ. അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവത പത്രത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. KV ഉസ്താദിനെ പത്രക്കാർ ചെന്ന് കണ്ടപ്പോ KV ഉസ്താദിനോട് ചോദിച്ചു, കൊണ്ടോട്ടിയിൽ സീതി ഹാജിയെ തോൽപ്പിക്കാൻ സമസ്തയുടെ തീരുമാനമുണ്ടോ? KV ഉസ്താദ് ഒറ്റയടിക്ക് പറഞ്ഞു ഇല്ല. അപ്പൊ പത്രക്കാരൻ തിരിച്ചു ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അവർ സമസ്തയുടെ എതിർചേരിയിൽ നിൽക്കുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ തോൽപ്പിക്കണ്ടേ? KV ഉസ്താദ് തന്നെ മറുപടി പറഞ്ഞു, സമസ്തയുടെ നയമനുസരിച്ച് സ്റ്റേജിലും പേജിലും നമ്മളത് പ്രയോഗിക്കാറുണ്ട്, പക്ഷേ ഇലക്ഷനിൽ തോൽപ്പിക്കുക എന്നുള്ള സമസ്തയുടെ നയമല്ല. അപ്പൊ ഈ പത്രക്കാരൻ ചോദിച്ചു അത് എന്തുകൊണ്ട്? അതിന് ഉസ്താദ് മറുപടി പറഞ്ഞു, സീതി ഹാജി വിജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലയും മൗലൂദും തവസ്സുലൊന്നും ചർച്ച ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പോകുന്നത് ഭൗതിക കാര്യത്തിനായി നമ്മൾ ഇടപെടാം, വേണമെങ്കിൽ വോട്ട് ചെയ്യാം, വേണമെങ്കിൽ വോട്ട് ചെയ്യേണ്ട, ആരോടൊന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ശരിക്കും അവരന്ന് സീതി ഹാജിക്കെതിരെ രംഗത്ത് വരാൻ അവർ പറഞ്ഞ കാരണം എന്താ? സീതി ഹാജി പുളിക്കൽ വെച്ചൊരു സമ്മേളനം നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ എന്റെ അവസാന തുള്ളി രക്തവും മുജാഹിദിന് വേണ്ടി ചെലവാക്കുന്നു. സീതി ഹാജി പറഞ്ഞതുള്ളത് ശരിയാണ്. അതൊരു വിവാദമായപ്പോ ബഹുമാനപ്പെട്ട മർഹൂം സീതി ഹാജി മലപ്പുറത്തൊരു സമ്മേളനത്തിൽ പറഞ്ഞെങ്കിൽ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സീതി ഹാജി മുജാഹിദോ സുന്നിയോ എന്നുള്ള ചർച്ചയില്ല. സീതി ഹാജി മലപ്പുറത്ത് വെച്ച് പറഞ്ഞു, ഞാൻ പുളിക്കൽ വെച്ച് പ്രസംഗിച്ചപ്പോ ചില ആൾക്കാർക്കൊക്കെ വിഷമമുണ്ടായിട്ടുണ്ട്, കൂട്ടരെ 10 ഏക്കോണ്ട മുജാഹിദ് എന്നാണ് പാണക്കാട്ടെ തങ്ങൾ പറയുന്നവരെ ഉണ്ടാവുള്ളൂ. പാണക്കാട്ടെ തങ്ങൾ കടലിന്റെ അടുത്ത് എന്നിട്ട് സീതി ഹാജി കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ സീതി ചാടുന്നു. അത്ര അദ്ദേഹത്തിന്റെ അതോടെ ആ വിവാദം കെട്ടടങ്ങിപ്പോയി. ഞാൻ ആ വിഷയത്തെ സ്പർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടല്ല. ഈ ഒരു വിഷയം വെച്ച് സീതി ഹാജിയെ തോൽപ്പിക്കണമെന്ന് സമസ്ത തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ ചെയ്ത മറ്റൊരു പണി, AV അബ്ദുറഹ്മാൻ ഹാജി മുസ്ലിം ലീഗിന്റെ നേതാവാ, മേപ്പയൂർ നിയോജക മണ്ഡലത്തിൽ AVയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. സമ്മേളനത്തിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചു. നമ്മളെ ആളുകൾ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചു വെച്ച് AV അബ്ദുറഹ്മാൻ ഹാജി തോറ്റാൽ ആരാ ജയിക്കുക? AV മുജാഹിദ സമ്മതിച്ചു, അദ്ദേഹം മുജാഹിദിന്റെ ഭാരവാഹിയ. തോൽപ്പിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമാണ്. AV തോറ്റാൽ ആര് ജയിക്കും? ജയിക്കുന്നത് കണാരന. കണാരൻ ജയിച്ചിട്ട് എന്താ ഗുണം? മുഷാവറയ്ക്ക് എടുക്കാൻ പറ്റുമോ? AV അബ്ദുറഹ്മാൻ ഹാജി തോറ്റാൽ കണാരൻ ജയിക്കുന്ന ഉറപ്പല്ലേ?
അതുകൊണ്ട് സമത്വ ഇതിൽ ഇടപെടാതിരിക്കുന്ന നല്ലത്. AV അബ്ദുറഹ്മാനാജിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാം, കിണാറിന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള അവർക്ക് ചെയ്യാം, സീതി ഹാജിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ചെയ്യാം, അല്ലാത്തവർ മാറി നിൽക്കുക. ഇവിടെ ഇതല്ലാതെ സമത്വ ഇതിൽ ഇടപെടണ്ട എന്ന് പലവട്ടം പറഞ്ഞിട്ട് ഇവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമത്വയിൽ നിന്നുകൊണ്ട് തന്നെ സമത്വയുടെ കൊടി കെട്ടി രാഷ്ട്രീയ പ്രസംഗം തുടങ്ങി. ഇത് സമത്വ ഗൗരവത്തോടെ വീക്ഷിച്ചു. 979 തുടങ്ങിയിട്ടുണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? SSF എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ SSFന്റെ പ്രസിഡന്റ് ആരാ? സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഒന്നാമത്തെ പ്രസിഡന്റ്. ഒന്നാമത്തെ സെക്രട്ടറി ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട്. ഒന്നാമത്തെ കമ്മിറ്റി ട്രഷറർ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ നന്ദി. 3 പേരും അവരെ കൂടെ ഇല്ല. അതിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ 979 രാജിവെച്ചു. 73 SSF ഉണ്ടാക്കിയത്. 79 രാജിവെച്ചു. പാണക്കാട്ടെ തങ്ങൾ ഒരു മതസംഘടന രാജിവെക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് രാജിവെച്ചു? ഈ രാഷ്ട്രീയ കളിയുണ്ട്. പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഹയാത്തിലുണ്ട്, പടച്ചറപ്പ് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. തങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോന്നു സംഘടനയിൽ നിന്ന്. പാണക്കാട്ടെ തങ്ങൾ SSF രാജിവെച്ചത് ഇവരെ രാഷ്ട്രീയ കളി കൊണ്ടാ, പഠിക്കണം നിങ്ങൾ. അതിനുശേഷം ഇവര് മുന്നോട്ട് പോയിട്ടാണ് എറണാകുളത്തൊരു സമ്മേളനം വെച്ചത്. എറണാകുളം സമ്മേളനം വെച്ചപ്പോ ആ സമ്മേളനം വെച്ച രീതി ശരിയായില്ല നമ്മളെ നേതാക്കൾ പറഞ്ഞു. എന്താ എറണാകുളം സമ്മേളനത്തിന്റെ രീതി ശരിയാവാതിരുന്നത്? രീതി ശരിയാവാതിരിക്കാൻ കാരണം സമ്മേളനത്തിലേക്ക് ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചില്ല. അന്ന് കേരളത്തിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് നാട്ടിക മൂസ മൗലവി. അദ്ദേഹം തൃശ്ശൂരിലുണ്ട്. സംഘാടകരുമാണ്, പ്രഭാഷകനുമാണ്. അദ്ദേഹത്തെ സ്വാഗത സംഘ യോഗത്തിന് വിളിച്ചതേയില്ല. അപ്പൊ തന്നെ എന്തോ തർക്കമുണ്ടെന്ന് മനസ്സിലായി. തൊട്ട് ആ എറണാകുളം ജില്ലയിലുള്ള ബഹുമാനപ്പെട്ട MM മൊഹീദ്ദീൻ മൗലവി, AM പരീദ് എന്ന SSFന്റെ സ്റ്റേറ്റ് നേതാവാ. AM പരീദിനെ വിളിച്ചില്ല, MM മൊഹീദ്ദീൻ മൗലവി വിളിച്ചില്ല, സാദിഖ് മുസ്ലിയാരെ വിളിച്ചില്ല. പാലക്കാട്ടുനിന്ന് തൃശൂർ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ 2 പ്രഗത്ഭരായ നേതാക്കള്, മരിച്ചുപോയ ഹാമിദ് കോയമ്പത്തങ്ങളും PP യൂസഫ് മുസ്ലിയാരും, അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന MK കുഞ്ഞോ മുസ്ലിം, ഇവരാരെയും വിളിച്ചില്ല. ഇവരൊന്നും വിളിച്ചില്ല. ഇവരെ മുഴുവൻ ഒഴിച്ചു നിർത്തിയപ്പോ ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മൗലവി ഇത്രയും ആളുകളെ എന്തുകൊണ്ട് ഒഴിച്ചു നിർത്തി എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരതിന് ധിക്കാരപൂർവ്വമുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്താ മറുപടി പറഞ്ഞത്? പാണക്കാട്ടെന്ന് പറയുന്നത് മാത്രം കേൾക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ട എന്നാ പറഞ്ഞത്. അത് രാഷ്ട്രീയ വിരോധമാണ്. പാണക്കാട് നിങ്ങൾ സുന്നിയല്ലാത്തോണ്ടല്ല. പാണക്കാട്ടെന്ന് പറഞ്ഞതിന് 1ാം സ്ഥാനം നൽകുന്നവരെ വേണ്ട. ഇത് നാട്ടികയെ പ്രകോപിപ്പിച്ചു. അപ്പൊ നാട്ടിക മൂസ മൗലവി പാണക്കാട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട MK കുഞ്ഞോ മുസ്ലിയാർ, ഞാൻ നേരത്തെ എണ്ണിയ സാദിഖ് മുസ്ലിയാർ അടക്കമുള്ള തൃശൂർ ജില്ലയിലെയും പരിസര പ്രദേശത്തെയും നേതാക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. അതാണ് എറണാകുളത്തെ മധ്യമേഖലാ സുന്നി സമ്മേളനം. 89 ചരിത്രം പഠിക്കണം ചെറുപ്പക്കാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, വലിപ്പക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. 89 2 സമ്മേളനം. എന്തുകൊണ്ട് 2 സമ്മേളനമായി എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നാട്ടിക മൂസ മൗലവി അടക്കമുള്ള പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവർ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു യോഗം നടത്തിയപ്പോ നാട്ടിക മൂസ മൗലവി പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്ന ആളുകളെ കൂട്ടിയിട്ട് ഒരു മധ്യമേഖലാ സുന്നി സമ്മേളനം. 2 സമ്മേളനത്തിന്റെ വാർത്ത പത്രത്തിൽ വന്നു. 2 സമ്മേളനം സുന്നികൾ നടത്തുമ്പോൾ സ്വാഭാവികമായും സമസ്ത ശ്രദ്ധിക്കണമല്ലോ. സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കൾ ഉണർന്നിട്ട് കോഴിക്കോട്ടേക്ക് ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ചൊരു മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടാക്കി. മസ്ലഹത്ത് കമ്മിറ്റി ഓടി നടന്ന് 2 കൂടി ഒന്നാക്കാൻ ശ്രമിച്ചു. അതിന്റെ അന്ത്യത്തിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം കോഴിക്കോട്ട് നടന്നു. ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ. 1988 നവംബർ മാസം 12, 88 നവംബർ 12 വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം കോഴിക്കോട്ട് നടക്കുകയാണ്. ശൈഖുന ശംസുലമ യോഗത്തിൽ എഴുന്നേറ്റ് വികാര നിർഭരമായി പറഞ്ഞു, എറണാകുളത്ത് സുന്നികൾ 2 സമ്മേളനം നടത്തിയാൽ അത് സുന്നത്ത് ജമാഅത്തിന് ക്ഷീണാണ്. നമ്മൾ 2 സമ്മേളനം നടത്താൻ പാടില്ല. നമ്മൾക്ക് ആ 2 സമ്മേളനം നടത്താതെ ഒന്നാക്കാൻ വല്ല മാർഗമുണ്ടോ? എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. എല്ലാവരും യോജിച്ചപ്പോ ആ യോഗത്തിൽ വെച്ച് ഏകകണ്ഠമായി 3 തീരുമാനമെടുത്തു. 3 തീരുമാനം. എന്താ 3 തീരുമാനം? 1, ഇപ്പൊ നിശ്ചയിച്ച 2 സമ്മേളനം നിർത്തിവെക്കുക. 2 കൂട്ടരും ചേർന്ന് ഒരു സമ്മേളനം നടത്തുക. ആ ഒരു സമ്മേളനത്തിന് 2 കൂട്ടരുടെയും സ്വാസംഘം ഒന്നിച്ച് വിളിച്ചു കൂട്ടി ഒരൊറ്റ സ്വാസംഘം ഉണ്ടാക്കുക. നാം വിളിക്കാത്തവരെ പരാതിയും തീർന്നു, സമ്മേളനം നടത്തേണ്ടവർക്ക് നടത്തും ചെയ്യാം. ഈ 3 തീരുമാനം അംഗീകരിച്ചു. ഈ വിളിച്ച കണ്ണുകുത്താത്ത രീതിയിൽ ഇട്ട പോലെ കണ്ണുകുത്തിയ ഭയങ്കര അപകട പ്രശ്നം. അത്ര അടുത്തുകൾ കൊണ്ടാക്കാൻ പാടില്ല, അതാ പ്രശ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ 3 തീരുമാനം കൃത്യമായിട്ട് ഈ 3 തീരുമാനം കൃത്യമായി വെച്ചപ്പോ
ആ 3 തീരുമാനം എല്ലാവരും അംഗീകരിച്ച് യോഗം പിരിഞ്ഞു. അംഗീകരിച്ച് യോഗം പിരിയുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു. അടുത്ത ആഴ്ച ഇവിടെ വെച്ച് സ്വാഗത സംഘം രണ്ടും ചേർന്ന് ഒരു സ്വാസംഘം ഉണ്ടാക്കും. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ നവംബർ 12-നാണ് യോഗം. തൊട്ടടുത്ത ശനിയാഴ്ച 17-ാം തീയതി. നവംബർ 17 നേരത്തെ നിശ്ചയിച്ച പ്രകാരം യോഗം വിളിച്ചു. നവംബർ 17 യോഗം വിളിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ ശൈഖുന ശംസുലമ തന്നെ പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനപ്രകാരം എറണാകുളത്ത് നടത്താനിരുന്ന 2 സമ്മേളനങ്ങളും മാറ്റിവെച്ച് സമത്തയുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടത്താനാണ് നമ്മൾ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിനാ സമ്മേളനം നടത്തുന്നത്? സമസ്തക്ക് ശക്തി പകരാൻ. അപ്പൊ ഈ യോഗം ഇവിടെ നടത്തണ്ടെന്ന് ഈ മഹല്ല് കമ്മിറ്റിക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ നടത്താൻ പാടില്ലല്ലോ. ഇത് സമത്തയുടെ മഹല്ലാണ്. സമത്തന്റെ മഹലിലെ കാരണവന്മാർ പറഞ്ഞു ഇപ്പൊ കുട്ടികളെ സമ്മേളനം നടത്തണ്ട, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഒന്നും നടത്തണ്ട. നേരെ പക്ഷെ കാരണവന്മാർ പറയണം നടത്തിക്കോ, എന്നാ നടത്തണം. നമ്മൾ സമ്മേളനം നടത്തുന്നത് മഹല്ലിനും മുസ്ലിങ്ങൾക്കും ശക്തി പകരാനല്ലേ. എറണാകുളത്തെ സമ്മേളനം സമസ്തക്ക് ശക്തി പകരാനാണെങ്കിൽ സമസ്തന്റെ സെക്രട്ടറി പറയുന്നു 2 സമ്മേളനം നിർത്തിവെച്ചിട്ട്, എന്നാൽ ആ ശക്തി തെളിയിക്കാൻ ഒരു സമ്മേളനം നമ്മൾ നടത്തണം. അതല്ലേ ശരി? അപ്പൊ സമ്മേളനം നടത്തുന്നത് സമസ്തക്ക് വേണ്ടിയാണെങ്കിൽ ആ ഒരു സമ്മേളനം മതിയല്ലോ, ആ ഒറ്റ സമ്മേളനം മതി. ആ ഒരു സമ്മേളനത്തിന് ഇവിടെ വെച്ച് നമുക്കൊരു സ്വാസംഘം ഉണ്ടാക്കി ഗംഭീരമായ സമ്മേളനം എറണാകുളത്ത് നടത്തണമെന്ന് ശംസുലമ പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞതോടുകൂടി ആ സദസ്സിന്ന് കോഴിക്കോട് ജില്ലയിലെ സുന്നീയ സംഘത്തിന്റെ ചില നേതാക്കൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, SYSന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല. 2 തെറ്റാണ് അവിടെ ചെയ്ത്. 2 തെറ്റ്. ഒന്നെന്താ? ശംസുലമയുടെ മുഖത്ത് നോക്കി, സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ മുഖത്ത് നോക്കിയിട്ട് അതിന്റെ കീഴ്ഘടകമായ സുന്നീയ സംഘത്തിന്റെ യോഗം നിർത്തിവെച്ചിട്ടില്ല എന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. അത് അദബുകേടാ. ആണോ അല്ലേ നിങ്ങൾ ചിന്തിച്ചോ. 2, ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ശംസുലമ തന്നെ വിളിച്ച കഴിഞ്ഞ യോഗത്തിൽ മിനിറ്റ്സിൽ എഴുതി വെച്ചതാണ് 3 തീരുമാനത്തിൽ അതിൽപ്പെട്ട ഒരു തീരുമാനമാണ് 2 സമ്മേളനം നിർത്തിവെക്കുക. എന്നിട്ട് പിന്നെ സുന്നീയ സംഘത്തെ നിർത്തിവെച്ചില്ല എന്ന് പറഞ്ഞ സംഘടനാ സംവിധാനത്തിനെതിരല്ലേ? ആണോ അല്ലേ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് പറ. അപ്പൊ സംഘടനാ സംവിധാനത്തിനും എതിരാണ്, ഗുരുശിഷ്യ ബന്ധത്തിനും എതിരാണ്. ഷെയ്ഖുനാന്റെ മുഖത്ത് നോക്കി ഇനിയിപ്പോ ഷെയ്ഖുൻ എന്നെ പറയാണ്, ഷെയ്ഖുൻ ഒരു പുതിയ തീരുമാനം വന്നാൽ പോലും നമ്മളതിനെ എതിർക്കാൻ പാടില്ല. അതാണ് ദീനിന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഷെയ്ഖുന ചെയ്ത എന്താ? സംഘടന കഴിഞ്ഞ ആഴ്ച ജോഡിയെടുത്ത തീരുമാനം പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇവര് പറഞ്ഞു ഞങ്ങളത് അനുകൂലിക്കൂല. അപ്പൊ ഷെയ്ഖുന അല്പം ഗൗരവത്തോടു കൂടി പറഞ്ഞു, കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനമാണ്, അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരെയാണ് വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ചരിത്രത്തിൽ ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കോഴിക്കോട് ഓഫീസിൽ ശൈഖുന ശംസുലമയെയും നമ്മുടെ മഹാന്മാരായ നേതാക്കളെയും ഇരുത്തിക്കൊണ്ട് ഗരാവോ തുടങ്ങി. വിളിച്ചു പറഞ്ഞത് മുറ്റത്ത് എന്താണെന്നറിയോ? അന്ന് അവിടെ സന്നിഹിതരായ ആളുകൾ ആരെങ്കിലും ഈ സാസലിൽ ഓർമ്മ ഉണ്ടാവും. എറണാകുളം സമ്മേളനം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. സമസ്തന്റെ ആലിമിക ആരൊക്കെ അവിടെ ഉള്ളത് ചിന്തിക്കണം. KC ജമാലുദ്ദീൻ മുസ്ലിയാരെ പോലെ വയസ്സായ മനുഷ്യൻ, KV മുഹമ്മദ് മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, നമ്മുടെ മഹാന്മാർ അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, വയസ്സായ പ്രായം ചെന്ന മഹോന്നതരായ പണ്ഡിതന്മാര്, TK ബാവ മുസ്ലിയാർ. ഈ ആലിമീങ്ങളെ നോക്കിയിട്ട് പറയാണ് നിങ്ങളെ ഞങ്ങൾ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. ഒരു ടീം ശക്തമായി അവർ വാദിച്ചപ്പോ പുറത്തിറങ്ങിപ്പോകാൻ ഗതിയില്ല, ഇവരെ അരച്ച് കയറുമെന്ന് കണ്ടപ്പോ ശൈഖുന ശംസുലമ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ടെ സമസ്തന്റെ ഓഫീസിലേക്ക് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ശൈഖുന ശംസുലമയോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശൈഖുനാക്ക് വേണമെങ്കിൽ പറയാം സകലെണ്ണത്തിനെ അടിച്ച് പുറത്താക്കാൻ. അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ഒക്കെ സുന്നികളാ, എല്ലാം നമ്മളെ കുട്ടികളാ, ഒന്നും ചെയ്യണ്ട, ഒരു നടപടി എടുക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. എന്തൊരു വാക്ക് നോക്കണങ്ങൾ. ഞങ്ങൾക്ക് ഇവിടുന്ന് സുരക്ഷിതമായി പുറത്തു പോകാൻ പ്രൊട്ടക്ഷൻ മതി, അതിനാ വിളിച്ചത്, നടപടി എടുക്കാനല്ല. പോലീസ് ആരെയും ഒന്നും ചെയ്തില്ല. ശൈഖുന ശംസുലമ അടക്കമുള്ള നേതാക്കളെ വാഹനങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പുറത്തേക്കാണ് പോയി. ഈ വാഹനം കടന്നു പോകുമ്പോൾ അവർ പറയാണ് എറണാകുളം സമ്മേളനം ഞങ്ങൾ നടത്തും. ഒരു ടീം വിളിച്ച് പറയാം. ഉസ്താദുമാരെ മുഖത്ത് നോക്കി അത് ശരിയാണ്, ഏത് സമത്വക്കാവരി സമ്മേളനം നടത്തുന്നത്? അങ്ങനെ വിളിച്ചു പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാൻ അതിന്റെ പരമോന്നത ബോഡി മുഷാവറ വിളിച്ചു. 1989 ഡിസംബർ 1 മുഷാവറ വിളിച്ചു. ഡിസംബർ 1 മുഷാവറ വിളിച്ചിട്ട് മുഷാവറയിൽ വെച്ച് തീരുമാനം എടുക്കുന്നു. അപ്പൊ ഇവർ ചിലർ ധരിച്ചതെന്താ, ഈ മുഷാവറയിൽ വെച്ച് ഇവർക്കെതിരെ നടപടി എടുക്കുന്ന പേടിച്ചത്. അതുകൊണ്ട് മുഷാവറ എന്നെ നടത്തണ്ടെന്ന് അവരെ തീരുമാനം. ഇവരാദ്യമായി കോടതിയിൽ ചെന്നിട്ട് മുഷാവറക്കെതിരെ കേസ് കൊടുത്തു. സമസ്തക്കെതിരെ കേസ്, സമസ്തയിൽ വളർന്ന ആൾക്കാർ
3 വാദമാണ് അവർ കോടതി പറഞ്ഞത്. ആ 3 വാദം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? അവർ കോടതിയിൽ പറഞ്ഞത് 3 വാദമാണ്. എന്താ 3 വാദം? ഒന്നാമത്തെ വാദം, സമസ്തയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല, അവരടക്കമുള്ള സമസ്തയുടെ മുന്നോട്ട് പോക്ക് ശരിയല്ല. അതിനവർ പറഞ്ഞെന്താ? മിനിറ്റ്സ് ശരിയല്ല, മുഷാവർക്ക് നിലനിൽപ്പില്ല, ഇങ്ങനെയുള്ള സാങ്കേതിക കാര്യം. രണ്ടാമത് വാദിച്ചത്, ഇപ്പോഴുള്ള നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആരാ നേതാക്കൾ? പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ് ശക്തി ശംസുലമ, അവരെ വിശ്വാസമില്ല, പിന്നെ ആരെ വിശ്വാസം? മൂന്നാമത്തെ വാദം, സമസ്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ ഏൽപ്പിക്കണം. അപ്പൊ സമസ്തയുടെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല, നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, സമസ്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം. ഈ 3 വാദം ശരിയോ തെറ്റോ നിങ്ങൾ പറ. ഈ 3 വാദവും തെറ്റാന്നാണ് നമ്മളെ അഭിപ്രായം. കാരണം സമസ്തയുടെ പ്രവർത്തനം കൃത്യമാണ് എന്ന് ശൈഖുന ശംസുലമ കോടതിയിൽ കൃത്യമായിട്ട് തെളിയിച്ചു. മിനിറ്റ്സ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, എല്ലാം റെഡിയാ. നേതാക്കളിൽ വിശ്വാസമില്ല എന്നാണ് കണ്ണിയത്തോ ശംസുലമയോ സമസ്തക്കാരോട് തെറ്റും ചെയ്തിട്ടില്ല. മൂന്നാമത്തെ എന്താ? ഈ സമസ്ത കേരള ജമിയത്തിന്റെ പ്രവർത്തനം ഗവൺമെന്റിൽ ഏൽപ്പിക്കാൻ പറ്റൂല. ഇത് ഫത്വ കൊടുക്കണ ഒരു മഹലിൽ കുഴഞ്ഞു പറഞ്ഞ പ്രശ്നം വന്ന് ഫത്വ വെച്ച് ഗവൺമെന്റ് എന്ത് ഫത്വ കൊടുക്കാനാ? റിസീവർ ഏൽപ്പിക്കാൻ പറഞ്ഞാൽ റിസീവർ ആരാ? റിസീവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസീൽദാർ. നിങ്ങളെ വില്ലേജ് ഓഫീസർ ആരാ? മൂപ്പര് ഫത്വ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അവസ്ഥ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. സ്റ്റേ തള്ളിയപ്പോ സമസ്തയുടെ നേതാക്കൾ യോഗം വിളിച്ചു. അന്നൊരു സംഭവം ഉണ്ടായി, നിങ്ങൾക്കറിയോ? കണ്ണിയത്ത് ഉസ്താദ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു മുഷാവറക്ക്. വഴിക്കിലേക്ക് ആളെ പറഞ്ഞേച്ച് കണ്ണിയത്തിനെ മടക്കി കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, മുഷാവറ സ്റ്റേ ചെയ്തിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്, യോഗത്തിന് പോകണ്ട. കണ്ണിയത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. കണ്ണിയത്തിന്റെ വീട്ടിലേക്ക് ഈ മുഷാവറ പിരിച്ചുവിട്ട് വിവരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാനു മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഐദ്രോസ് മുസ്ലിയാരും ചെന്നു. മാനു മുസ്ലിയാര് നേരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവർ രണ്ടുപേരാണ് ചെന്ന ഉടനെ കണ്ണിയത്ത് പൊട്ടി 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 കരഞ്ഞു. ഒരു കൊച്ചുകുട്ടി കരയും പോലെ. ഉസ്താദ് എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, സമസ്തക്കെതിരെ കേസ് കൊടുത്തില്ലേ, ഇനി എങ്ങനെ നമ്മൾ ദീനീ പ്രവർത്തനം നടത്തുക എന്ന് ചോദിച്ചു. സമസ്തക്ക് വേണ്ടി കണ്ണിയത്ത് കരഞ്ഞു. ഒരുപക്ഷെ തന്റെ കുടുംബത്തിന് വേണ്ടി കരഞ്ഞിരിക്കാം, വ്യക്തിപരമായി കരഞ്ഞിരിക്കാം. സമസ്തക്ക് വേണ്ടി കണ്ണിയത്തിന്റെ കണ്ണീര് ഭൂമിയിൽ ആദ്യം വീഴ്ത്തിയത് ഈ കേസാ. കരഞ്ഞിട്ട് കണ്ണിയത്ത് പറഞ്ഞു, ഇനി എങ്ങനെ നമ്മൾ ദീനീ പ്രവർത്തനം നടത്തുക? മാനു മുസ്ലിയാര് പറഞ്ഞു, സമാധാനപ്പെടുത്തി പറഞ്ഞു, ഉസ്താദ് കരേണ്ട, മുഷാവറ കൂടണ്ടെന്നേ കോടതി പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ജനങ്ങളെ വിളിച്ചുകൂട്ടി കാര്യം പറയാൻ ഒരു തടസ്സവുമില്ല, എന്നാൽ ഉടനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു കണ്ണിയത്ത്. അങ്ങനെയാണ് കോഴിക്കോട് മുതലക്കുളത്തും മലപ്പുറത്ത് നിന്ന് സുന്നിമാരി നിൽക്കുന്ന വയലിലും 2 യോഗം വെച്ചത്. ആ യോഗത്തിൽ കോഴിക്കോട്ട് വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പച്ചൻ ആൾക്കാർ പറഞ്ഞു, കണ്ണിയത്തിന് അതാരോ പറഞ്ഞു കൊടുത്തതാണ്, ബുദ്ധി ശരിയില്ല, എന്തോ പറയണം. അപ്പൊ കണ്ണിയത്ത് മലപ്പുറത്തെ യോഗത്തിൽ പറഞ്ഞു, ഞാൻ കോഴിക്കോട്ട് വെച്ചൊരു കാര്യം പറഞ്ഞപ്പോ എനിക്കാരോ പറഞ്ഞെന്നാ ചിലർ പറഞ്ഞ ശരിയല്ല, ഞാൻ തന്നെ പറയുന്നു, സമസ്തക്കെതിരെ കേസ് കൊടുത്തവർ അള്ളാഹു മുഖം കെടുത്തട്ടെ, അവരെയും അവരുടെ അഹ്ലുകാരെയും അള്ളാഹു ഹൈറിലാക്കാതിരിക്കട്ടെ എന്ന് കൂട്ടി പറഞ്ഞു. ആ കേസറ്റ് ഇന്നും ഇവിടെ. സമസ്തക്കെതിരെ കേസ് കൊടുത്തതാരാ? അവരാണ്. നമ്മൾ കേസ് കൊടുക്കാൻ പോയിട്ടില്ല. അവർക്കെതിരെ കേസ് കൊടുത്തവരെ എന്ന കണ്ണിയത്ത് ഉപയോഗിച്ച പദം. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ, കേസ് അവരെ കൊടുത്തിട്ടുള്ളൂ, അവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞു. കണ്ണിയത്തിന്റെ പ്രാർത്ഥന അറം പറ്റുമല്ലോ, പറയാൻ പാടില്ല. എങ്കിലും ഒരു നിമിഷം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. ആ കേസ് കൊടുക്കാൻ അവർ ചുമതലപ്പെടുത്തിയത് ഒരു സാധു മനുഷ്യനെയാണ്. അല്ല, മരണപ്പെട്ടു പോയി നമ്മുടെ തൊട്ടപ്പുറത്ത് ആക്കോടായിരുന്നതിന്റെ വീട്, പടച്ചറപ്പ് പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ മനുഷ്യൻ എങ്ങനെയാണ്, എവിടെയാണ് മരിച്ചു കിടന്നിരുന്നത് എന്ന് ഒന്ന് പഠിച്ചിട്ട് വരി, ആലോചിച്ചിട്ട് മതി. പക്ഷേ അള്ളാഹു ഒരു മനുഷ്യന്റെ തെറ്റ് പറ്റിയാൽ പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാണ്. മരണശേഷം ഒരാളെ കുറ്റപ്പെടുത്തിക്കൂടാ. പക്ഷെ ഇതൊരു ഇബ്രത്താണ്. സമസ്ത എന്ന് പറയുന്ന വലിയ സംഘത്തെ കോടതി കയറ്റിയ ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തന്ന ദലീല. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. പഠിക്കണം. സമസ്തക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിക്ക് എന്ത് സംഭവിച്ചെന്ന് പഠിച്ചിട്ട് ബാക്കി പറഞ്ഞാൽ മതി. ഇത് കുട്ടിക്കളിയല്ല. വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമായിട്ട് ഞാനും നിങ്ങളും പ്രസംഗിച്ചുകൊണ്ടല്ല ഇത് വലുതായത്. അത്ര വലിയ പ്രസ്ഥാനത്തെ കോടതി കയറ്റുന്ന ഗൗരവമുള്ള സംഗതിയാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേസ് നടത്തി, കേസ് ജയിച്ചു. കേസ് ജയിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ശേഷം സമസ്ത മുഷാവറ കൂടി എന്ന് 988 ഡിസംബറിലാണ് സ്റ്റേ. ഒരു മാസം കേസ് നടത്തി. കേസ് നടത്തി യോഗം ചേർന്നപ്പോൾ ഡിസംബർ കഴിഞ്ഞ് പുതിയ വർഷമായി 989. ജനുവരി മാസം 16-ാം തീയതി യോഗം ചേർന്നു. ജനുവരി 16-ന് സമ്പൂർണ്ണ മുഷാവറ. ആ മുഷാവറയിൽ എല്ലാവരും പങ്കെടുത്തു. ആ മുഷാവറയിൽ വെച്ച് ശൈഖുന പറഞ്ഞു, ശംസുലമ പറഞ്ഞു, ഏതായാലും കേസായി, പ്രശ്നമായി, കുഴപ്പമായി, നമുക്കൊക്കെ മറക്കാം, പൊറുക്കാം. നോക്കുങ്ങൾ, സമസ്തക്കെതിരെ കേസ് കൊടുത്തിട്ട് പോലും ഒരു നടപടി എടുത്തില്ല.
ശംസുലമയുടെ പ്രത്യേകം അതാണ് സംഘടനാ ശാസ്ത്രം. നടപടി എടുത്ത് ആളെ പുറത്താക്കലല്ല. അങ്ങനെയാണെങ്കിൽ ആ ഗരാവോ നടത്തി അന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ സമത്വക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് അന്ന് പുറത്താക്കണം. ശംസുലമ പറഞ്ഞു നമുക്ക് ആർക്കും എതിരെ നടപടി എടുക്കണ്ട, ഇതൊരു മതസംഘടനയാണ്, തെറ്റ് പലർത്തും പറ്റിയോടൊക്കെ ക്ഷമിക്കാം, ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നടന്നതൊക്കെ നമുക്ക് മറക്കാം, പൊറുക്കാം. എറണാകുളം സമ്മേളനം തൽക്കാലം നടത്തും വേണ്ട. ഇനി ഒരു സമ്മേളനത്തിന്റെ പേരിലല്ലേ ഈ പുലിവാലുണ്ടായത്? സമ്മേളനം തന്നെ വേണ്ട, കേസും കൂട്ടവുമായ സ്ഥിതിക്ക് നമുക്കിനി അല്പകാലം മുന്നോട്ട് പോയിട്ട് പിന്നെ ബാക്കി തീരുമാനിക്കാം, എല്ലാം നിർത്തിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിന്റെ യോഗം. ആ യോഗത്തിലെ പ്രധാന തീരുമാനം 2 സംഘടനകളുടെയും എറണാകുളം യോഗം നിർത്തിവെക്കാനാണ്. മധ്യമേഖല സുന്നി സമ്മേളനക്കാർ അപ്പൊ തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങളെ സമ്മേളനം നിർത്തിവെച്ചു, സമത്ത പറഞ്ഞതോട് ഞങ്ങൾക്ക് ഇനി വേണ്ട. ഈ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി ജനുവരി 16 യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇദ്ദേഹത്തെ പത്രക്കാര് കണ്ടു, എറണാകുളം സമ്മേളനം നടത്തൂലേ? അദ്ദേഹം പറഞ്ഞു മുഷാവറ വിലക്കിയാലും നടത്തുന്നു. മുഷാവറ വിലക്കിയാലും നടത്തും. അത് സംഘടനാ ശാസ്ത്രമാണോ? നിങ്ങൾ ചിന്തിക്കും. മുഷാവറ വിലക്കിയാലും നടത്തുന്ന പറഞ്ഞത്. നടത്തിയപ്പോ കുറെ ആളുകൾ അതിൽ പങ്കെടുത്തപ്പോ സമത്വം നിരീക്ഷിച്ചപ്പോ 6 മുഷാവറ മെമ്പർമാർ പങ്കെടുത്തിട്ടുണ്ട്. ആ 6 മുഷാവറ മെമ്പർമാരും കഴിഞ്ഞ യോഗത്തിൽ നിർത്തിവെക്കാൻ തീരുമാനിച്ച ആൾക്കാരാ. ആ 6 ആളെ ലിസ്റ്റ് എടുത്തു, അടുത്ത യോഗം വിളിച്ചു ഫെബ്രുവരി 18. 89 ഫെബ്രുവരി 18 യോഗം വിളിച്ചു. ആ യോഗത്തിൽ പ്രമേയം വന്നു, കഴിഞ്ഞ യോഗ തീരുമാനമാണ് എറണാകുളം സമ്മേളനം നടത്തണ്ട. അത് ധിക്കരിച്ചുകൊണ്ട്, മുഷാവറയുടെ തീരുമാനം ധിക്കരിച്ചുകൊണ്ട് നടത്തി എന്ന് മാത്രമല്ല 6 ആൾ അതിൽ പങ്കെടുത്ത 6 ആളെ ലിസ്റ്റ് വായിച്ചു. ആ 6 പേരെ സംഘടനയുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കി. പ്രാഥമിക അംഗത്വം നിലനിർത്തി വേണമെങ്കിൽ തിരിച്ചു വരാം. 6 ആളെയും പുറത്താക്കി. അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് സമത്വ പുറത്താക്കി. ഉസ്താദുമാരാ പുറത്താക്കിയത്. കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിലാ തീരുമാനം. കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലെടുത്ത തീരുമാനം നമ്മൾ അംഗീകരിക്കണ്ടേ? ആ കണ്ണിയത്ത് ഉസ്താദ് പുറത്താക്കിയ ആൾക്കാർ ഒന്ന് ചെന്ന് മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് നേരെ കോഴിക്കോട്ട് ഈടെ മരണപ്പെട്ട അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോനെ ചെന്ന് കണ്ടു. അരവിന്ദാക്ഷ മേനോനോട് പറഞ്ഞു. അരവിന്ദാക്ഷ മേനോ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ട? അവർ ഞങ്ങൾക്ക് സമത്വം ഉണ്ടാക്കണം, ഞങ്ങളെ പുറത്താക്കിയതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഭരണഘടന കൊണ്ടുവന്നു. സമത്വയുടെ ഭരണഘടനയിൽ ശരിക്കും എഴുതിയൊരു സംഗതി ഉണ്ട്. സമത്വയുടെ ഭരണഘടന പ്രകാരം യോഗം ചേരണമെങ്കിൽ 40 മുഷാവറ മെമ്പർമാരിൽ മിനിമം 10 ആൾ വേണം. 10 ആളിലേക്ക് യോഗം ചേരാൻ പറ്റൂല. 30 മുഷാവറ മെമ്പർമാരിൽ ലീവാണെങ്കിലും 10 ആൾക്ക് യോഗം ചേരാം. പക്ഷെ 9 ആളായ യോഗം ചേരാൻ പറ്റൂല. തീരുമാനം എടുത്താൽ നിലനിൽക്കൂല. ഇത് ആ ഭരണഘടനയിൽ ഇങ്ങനെ കണ്ടപ്പോൾ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു നിങ്ങൾക്ക് സമത്വം ഉണ്ടാക്കാൻ പറ്റൂല, കാരണം നിങ്ങൾ 6 ആളേ ഉള്ളൂ, 6 10 ആവൂലല്ലോ എന്ന്. അവര് കുടുങ്ങി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു. അപ്പൊ ഒരു വക്കീല് ബുദ്ധി പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, വ്യാജമാണെങ്കിൽ ഒരു സമത്വം ഉണ്ടാക്കുക, അതിന് സമത്വം എന്നുള്ള പേരിടുക. ആ പേരിട്ടിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, കോടതിയിൽ കേസ് അങ്ങനെ നടന്നോളുന്നു. അപ്പൊ സമത്വം എന്നുള്ള പേരിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആ വക്കീൽ ഇത് പറഞ്ഞു കൊടുത്തത്. മുമ്പ് സമത്വയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 1965-ലും 67-ലും തെബിലീനെ കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ അഖില കേരള ജമിയത്തുലമ വേറെ പോയിട്ടുണ്ട്. മൈക്ക് കുത്തുബ ഓതാൻ പറ്റുമോ പറ്റില്ല ചർച്ച വന്നപ്പോൾ സദഖത്ത് ഉസ്താദും കൂട്ടരും വേറെ പോയിട്ടുണ്ട്. അവരൊക്കെ വേറെ സംഘടന ഉണ്ടാക്കി, ഒരു കുഴപ്പമുണ്ടായില്ല. ഇവര് വക്കീല് പറഞ്ഞെടുത്ത കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സമത്വയുടെ പേര് തന്നെ ഉപയോഗിച്ചു. ആ പേരിൽ ഇവർ രംഗത്ത് വന്നപ്പോൾ ആകെ കുഴപ്പമായി. പ്രശ്നമായപ്പോൾ ഇവർ സമത്വ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് പുതിയ സെക്രട്ടറി, പുതിയ പ്രസിഡന്റ് രംഗത്തിന് വന്നു. പുതിയ പ്രസിഡന്റ് സെക്രട്ടറി രംഗത്ത് വന്ന പാരാ പ്രസിഡന്റ് ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യൻ, സെക്രട്ടറി കെ ഉസ്താദിന്റെ ശിഷ്യൻ. ആകെ ബഹളമായി. നമ്മൾ ശംസുലമയോട് ചോദിച്ചു, ഷെയ്ഖുന ഇവര് സമത്വ കേരള ജമിയത്തുലമ എന്നുള്ള പേര് ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യും? ഷെയ്ഖുന പറഞ്ഞ ആ പേര് ഉപയോഗിക്കുന്നതിന് കേസ് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു സിവിൽ കേസ് നമ്മൾ കൊടുത്താൽ ആ സിവിൽ കേസ് കൊല്ലങ്ങളോളം കോടതിയിൽ പോകും, സമുദായത്തിന്റെ പൈസ പോകും, എന്നല്ല ഗുണം ഉണ്ടാവില്ല. സമത്വ എന്ന പേര് അവർ ഉപയോഗിക്കും. അവർ ആ പേരിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കും. ഉദാഹരണം അദ്ദേഹം പറഞ്ഞു സമത്വ കേരള നായർ മഹാസഭയില്ലേന്ന് ചോദിച്ചു. അത് സമത്വ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ പേര് അവർ ഉപയോഗിക്കുന്നതിന് നിവൃത്തി ഉണ്ടാവില്ല, ഒരു പേര് കൂട്ടിയാൽ പറഞ്ഞ പോലെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു സമത്വ കേരള സുന്നി ജമിയത്തുലമ. അപ്പൊ ഈ സമത്വ അവരുടെ പേരിൽ കേസ് കൊടുത്ത് പോയാലും അവർ സമത്വ കേരള സുന്നി ജമിയത്തുലമ എന്നുള്ള പേര് ഉപയോഗിക്കും. അതിന്റെ തലക്കലും സമത്വണ്ട്, സമത്വ എന്ന് അവർ ഉപയോഗിക്കും. സമത്വ കേരള അരയ സമാജമുണ്ട്, അത് സമത്വ തന്നെയാണ്. സമത്വ എന്നുള്ള പേര് ആർക്ക് ഉപയോഗിച്ചൂടെ? പക്ഷെ മുഴുവൻ പേരിൽ എന്തൊരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അപ്പൊ ഞങ്ങൾ പിന്നെയും ചോദിച്ചു, ഷെയ്ഖുന ഇയാളിങ്ങനെ സമത്വത്തിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവൂലേ? അപ്പൊ ഷെയ്ഖുന അന്ന് ഞങ്ങളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ തന്നെ നേരെ കേട്ടതാ. ഒരാള് ഈ റോഡിലൂടെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞ് നടന്നാൽ യഥാർത്ഥ പ്രധാനമന്ത്രി ആൾക്കെതിരെ കേസെടുക്കാൻ വരുമെന്ന് ചോദിച്ചു. ഒരാളിങ്ങനെ പറഞ്ഞു പോവാൻ മോഹം പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു കഥയും പറഞ്ഞു. പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന കാലത്ത് കുതിരവട്ടത്ത് രോഗികളെ കാണാൻ വന്നു. കുതിരവട്ടത്ത് ഏത് ജാതി രോഗികളുണ്ടാവും നിങ്ങൾക്ക് അറിയാം. നെഹ്റു വന്നിട്ട് കുതിരവട്ടം സന്ദർശിക്കുമ്പോൾ എല്ലാ രോഗികളെയും കണ്ട് അവരോടൊക്കെ കുശലാന്വേഷണം നടത്തി കളക്ടറും പ്രോട്ടോകോൾ ഓഫീസർമാരൊക്കെ ഉണ്ട്. ഒപ്പമുള്ള ആൾക്കാർ പരിചയപ്പെടുത്തി കൊടുത്തത് നെഹ്റു ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്.
അപ്പൊ സെല്ലിലുള്ള രോഗികളല്ല മാനസിക, അവർ ചിരിച്ചു, ചിലർ പൊട്ടിച്ചിരിച്ചു, ചിലർ കാരണം എന്ത് നെഹ്റുവിற்கு പ്രധാനമന്ത്രി. അവസാനം കുറെ അപ്പുറത്ത് നിന്ന് സുഖമായ ഒരു സെല്ലിലുണ്ട്, അവരൊക്കെ അത്യാവശ്യം സുഖമായിട്ട് അടുത്താഴ്ച പോണ രോഗികളാണ്, രോഗസുഖ. അവരോട് പറഞ്ഞു, ഇത് ചാച്ചാ നെഹ്റു ആണ്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു രോഗി വിളിച്ചു പറഞ്ഞു, അതിവിടെ വരുമ്പോ എല്ലാവരും അങ്ങനെ തന്നെ പറയില്ല, പോകുമ്പോക്കൊക്കെ സുഖാവിട്ടോ എന്നും പറഞ്ഞു. അത്രയും. അപ്പൊ അവരെ സമയം ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു എന്നാ അവർ പറഞ്ഞത്. ഞാൻ പ്രസിഡന്റാണ്, ഞാൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടെന്നോ. ഷെയ്ഖുന ശംസുൽ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കൂട്ടിയാൽ മതി, കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. ഷെയ്ഖുന പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചില്ല. ആരും അതിനെതിരെ കേസ് കൊടുക്കാനും പോയില്ല. 24 കേസ് അവർ സമത്വക്കെതിരെ കൊടുത്തു. 24 കേസ് സമത്വക്കെതിരെ കൊടുത്തു. 3 കേസേ ബാക്കിയുള്ള, ബാക്കിയൊക്കെ സമത്വ ജയിച്ചു. എന്തേ ഇത്രയധികം പണവും സൗകര്യം ഉണ്ടായിട്ട് അവർ ജയിക്കാതിരുന്നതുകൊണ്ടാ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. സമത്വ കേരള ജമിയത്തുലമക്കെതിരെ വേറൊരു 3 കേസ് എല്ലാം കൂട്ടി മൊത്തം പല കേസുകളും കൂട്ടി 27 കേസുണ്ടാവും. അതിന് 24 സമത്വ. ഇന്ന് നടക്കുന്ന കേസുകളിൽ അവർക്ക് പോലും താല്പര്യമില്ല. സിവിൽ കേസ് അങ്ങനെ നീണ്ടുപോകും, ഒരു ഉപകാരമല്ലല്ലോ. ഈ സമൂഹത്തിന് എത്ര പണം അവർ നശിപ്പിച്ചു, എത്ര മദ്രസക്ക് ചുമര് വെച്ചു. ചേളാരി സിലബസാ നിങ്ങളൊക്കെ പഠിച്ചത്, വാപ്പപ്പാപ്പമാര് പഠിച്ചത്. ആ സിലബസിന് എന്ത് തെറ്റുള്ളത്? ആ സിലബസ് പഠിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ? ഇപ്പൊ നമ്മളെ കൂട്ടത്തിലേക്ക് ആളുകൾ വരുമ്പോ അവർ പറയുന്നത് എന്താ? അവര് പറയുന്നത് ഇവരുടെ ഒരു പുതിയ തന്ത്രം എന്താ? ഏതൊരു മഹലിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ന്യൂനപക്ഷമാണെങ്കിൽ ചെയ്യേണ്ട പണി ഇങ്ങനെയാണ്, ഭൂരിപക്ഷമാണെങ്കിൽ ചെയ്യേണ്ട പണി ഇങ്ങനെയാണ്. 2 പണിയാണ്. ന്യൂനപക്ഷമാണെങ്കിൽ ചെയ്യേണ്ട എന്താ? ആ നാട്ടിലും ചെന്നിട്ട് ഒരു മഹലിൽ അവരുടെ സ്ഥാപനത്തിന് ബിരുദമെടുത്ത് വരുന്ന ഒരു പണ്ഡിതൻ ഒരു മഹലിൽ പോയി ജോലി ചെയ്യുമ്പോൾ ന്യൂനപക്ഷമാണെങ്കിൽ ചെയ്യേണ്ടത് എല്ലാറ്റിനോടും സഹകരിക്കുക. നാട്ടിലെ അവരെ ചിന്താഗതിക്കാർ 4-5 ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാ, കമ്മിറ്റിയോട് നന്നായി സഹകരിക്കുക, കമ്മിറ്റിന്റെ പ്രവർത്തനത്തിൽ ഊർജിതമാകുക. അപ്പൊ കമ്മിറ്റിക്കാർ നല്ല കുട്ടികളാന്ന് തോന്നും. എന്നിട്ട് എങ്ങനെയാണ് കമ്മിറ്റി കയറുക? കമ്മിറ്റിയിൽ ഒരാളെങ്കിലും കയറി കൂടിയാൽ ഉടനെ യോഗത്തിൽ പറയണം, നമുക്കിവിടെ 2ഉം വേണ്ട, പഴയത് മതി. പഴയതേതാ? പഴയ സമത്തല്ല, 2ഉം വേണ്ട. തന്നെ അവിടെ നടന്നിരുന്ന സമത്തിന്റെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യാന്ന ഉദ്ദേശം. ഇവരുടെ ഏതായാലും നടക്കൂല, എന്നാ പിന്നെ അവരതും വേണ്ട, അതൊക്കെ നമ്മളതും വേണ്ട. അങ്ങനെയാണോ? ഇവരുടെ ഇവിടെ 90% സമത്തക്കാരും 10% അവരാണെങ്കിൽ ഈ കുട്ടികളോട് സജീവമായിട്ട് നമ്മളെ കാരണന്മാർ വിചാരിക്കും ആത്മാർത്ഥല്ല പാവങ്ങൾ, ഇവരെ കമ്മിറ്റിക്ക് ഒരാളെടുക്കും. വന്നിട്ട് പറയും, നമുക്ക് 2ഉം വേണ്ട ചന്ത, അതല്ല നല്ലത്, വെറുതെ അഭിപ്രായത്യാസം ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. എന്താ കാരണം? ഇവരുടെ ഏതായാലും നടക്കൂല. അപ്പൊ പിന്നെ നമ്മളെ പ്രവർത്തനം അവിടെ നടത്താതിരിക്കാൻ നോക്കുക. പണ്ട് നിലമ്പൂരത്തെ ബിരാന്തെന്ന് പറഞ്ഞില്ലേ, പടച്ചോനെജിന്റെ ബീരാക്കാന്റെ മാതിരി ആക്കണേന്ന്. നിലമ്പൂര് വലിയ സമ്പന്ന മുതലാളി എന്നാല് ഇന്നെ നാലകത്തെ ബീരാക്കാന്റെ മാതിരി ആക്കണം ദ്വാരന്നു ഇത്രേ. കുറെ ദ്വാരത്തിന്റെ പറയില്ല. അവസാനം ഇയാൾ തിരിച്ചു തോന്നുന്നു, പടച്ചോനെ അതിനെനിക്ക് കഴിയൂലെങ്കിൽ ബീരാക്കാൻ എന്റെ മാതിരി ആക്കി പടച്ചോനെ എന്നാണ്. എന്നാലും മതി, രണ്ടായാലും സംഗതി എടുക്കും. അത്ര ആവശ്യമില്ല. എന്ന പോലെ ഇവർക്ക് ഇവരത് നടക്കൂലെന്ന് ഉറപ്പാ. എന്നാ പിന്നെ ഇവരത് നടക്കൂലെന്ന് ഉറപ്പാകുമ്പോ പിന്നെന്താ വേണ്ടത്? പിന്നെ ഇവർക്ക് വേണ്ടത്, അവസാനമായിട്ട് വേണ്ടത്, നമ്മളെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പണിയാണ്. ഇത് ആരാ പറയുന്നത്? നമ്മളെ കൂട്ടത്തിലേക്ക് ഇപ്പൊ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നിങ്ങളൊരു കാലം ആലോചിച്ചു, 89-ൽ ഈ ചേരിതിരിവുണ്ടായിട്ട് എത്രയോ ആളുകൾ ഇങ്ങോട്ട് വന്നു. പ്രഗത്ഭരായ ആളുകളും അല്ലാത്തവരൊക്കെ വന്നു. ഒരാള് പോലും ഇതുപോലെ അങ്ങോട്ട് പോയൊരു അനുഭവം ഉണ്ടാവും. ആലോചിച്ച് നോക്ക്. വന്നിട്ട് തിരിച്ചു പോയിട്ട് അങ്ങോട്ടും എത്താതെ ഇങ്ങോട്ട് നടുക്കുന്ന ലായിലാവുലായി വലായിലാവുലായി കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാതെ കൃത്യമായി ഇങ്ങോട്ട് വന്ന ആൾക്കാരല്ലാതെ അങ്ങോട്ട് കൃത്യമായി പോയ ആൾക്കാരാരാ? എന്തേ അങ്ങനെ പോകാതിരുന്നത്? അതും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ ഇവരുടെ ഈ വാദഗതി എന്ന് പറയുന്നത് നിലനിൽക്കാത്ത വാദഗതിയും സംഘടനാ സംവിധാനം ശരിയല്ലാത്തൊരു സംഗതിയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രം, നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രം നോക്കുക. ഇതിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചു നോക്കുങ്ങൾ. ഒന്ന് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അദ്ദേഹം മരിച്ചപ്പോൾ 5 ലക്ഷം ആളുകൾ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ മക്ക. അദ്ദേഹം കെലിമ ചൊല്ലി മരിച്ചുവെന്ന് മാത്രമല്ല, വരക്കല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാം. കാരണം കാലാവസ്ഥയുടെ പ്രതികൂലതയും ഇനി അനുബന്ധമായി രാത്രി യോഗം ചേരാനുള്ളതാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട സമത്വ കേരള ജമിയത്തുലമയുടെ പൂർവ്വകാല നേതാക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ നേതാക്കൾ നടന്ന വഴിയിലൂടെ നടക്കാനുള്ള പ്രവർത്തനം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ മക്ക കാണിച്ചു എന്നതിന്റെ തെളിവല്ലേ വരക്കല മക്കാമിൽ ബഹുമാനപ്പെട്ട ശൈഖുനായെ വിളിച്ചു കിടത്തിയിരിക്കുന്നത്? ആ മക്കാമിൽ ശൈഖുന കടന്നാൽ അതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ശബ്ദം പോയോ? ആ മക്കാമിൽ ശൈഖുന കടന്നാൽ അതിന്റെ ഉദ്ദേശം എന്താ? ആ വരക്കല മക്കാമിൽ ബഹുമാനപ്പെട്ട ശൈഖുന കിടക്കുമ്പോ, മുല്ലക്കോയ തങ്ങളുടെ ചാരത്ത് ശൈഖുന കിടക്കുമ്പോ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമത്തയുടെ യഥാർത്ഥ പന്താവിലാണ് ശൈഖുന പോയത് എന്ന് ആ മക്കാമ് വിളിച്ചു പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ ശൈഖുനാക്ക് അവസരം ഉണ്ടാവില്ല. അതാ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ ചൊല്ലി ശൈഖുന മരിച്ചപ്പോൾ നമ്മൾ പഠിക്കേണ്ട എന്താ? ആ കെലിമ അദ്ദേഹം ചൊല്ലി മരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടെന്തുകൊണ്ടാ? അദ്ദേഹത്തിന് പഴച്ചിട്ടില്ല, നമ്മൾക്ക് പടച്ചറബ് ബോധ്യപ്പെടുത്തി തരാം. ഏറ്റവും കൂടുതൽ അവരെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാനാണ് KT മാനു മുസ്ലിയാർ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മാനു മുസ്ലിയാരുടെ പ്രസംഗത്തിൽ എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഉണ്ണാനും കളവ് പറയാനും മാത്രം വായ തുറക്കുന്ന ആളുകൾ. ഈ വാചകം വളരെ സത്യല്ലേ?
അങ്ങനെ പറഞ്ഞ മാനു മുസ്ലിയാർക്ക് പടച്ച റബ്ബ് കോഴിക്കോട്ട് വെച്ച് അന്ത്യയാത്ര കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങളായ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മഹാസമ്മേളനം. ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന സംഭവം. ആ ആളുകൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് പറഞ്ഞ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഒന്നിച്ചു നിൽക്കുന്ന സദസ്സിൽ വെച്ച് മഹാനവർകൾ ഈ ലോകത്തോട് വിട പറയാ. ഹൈദരലി ശിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത പ്രഖ്യാപിക്കുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് തഹ്ലീൽ ആരംഭിക്കുക. നിങ്ങൾ ആ സംഗതി ഓർക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മാനു മുസ്ലിയാർ മരിച്ചാൽ സമ്മേളനം മുടങ്ങും, ലക്ഷക്കണക്കിന് രൂപയും യാത്രയും വെറുതെ ആവും. സമ്മേളനത്തിന്റെ മധ്യത്തിൽ വെച്ച് മരിച്ചാൽ സമ്മേളനം കലങ്ങും. സമ്മേളനം കഴിഞ്ഞിട്ട് പിരിച്ചുവിട്ടിട്ട് മരിച്ചാൽ ഒറ്റ കുട്ടി മയ്യിത്ത് നിസ്കരിക്കാണ്ടാവില്ല. അള്ളാഹ് അദ്ദേഹത്തിന് ചെയ്ത നിയമത്ത് നോക്ക്. ആ സമ്മേളനം ശരിക്കും നടത്തിയിട്ട് മുഖ്യ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു, ഒന്നോ രണ്ടോ പ്രസംഗമേ ബാക്കിയുള്ളത്, പ്രധാനമല്ല. ഒന്ന് ഞാൻ തന്നെ പ്രസംഗിക്കാനുള്ള എനിക്കറിയാം, പ്രധാനമല്ലാത്ത പ്രസംഗം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ നടന്നു. എന്നിട്ട് മാനു മുസ്ലിയാർ സ്റ്റേജിൽ നിന്നിറങ്ങി കെലിമ ഉറക്ക ചൊല്ലി ആംബുലൻസ് കയറി മരിച്ചു. ഒന്ന് ചിന്തിക്കണം, ആ സമ്മേളനത്തിലെ ആളുകളെ അവിടെ അള്ള പിടിച്ചു നിർത്തി ആ മയ്യത്തിന് വരാൻ. മയ്യത്ത് വന്നു. ഓർക്കുന്നവരുണ്ടെങ്കിൽ ഓർത്ത് നോക്ക്. ആ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ സ്റ്റേജ് മരിക്കുമ്പോൾ ശരിക്കും കണ്ടു കടലിങ്ങനെ ഇളകിയിട്ട്, അറബിക്കടലിങ്ങനെ തിരയടിച്ചിട്ട്, ആ മണൽ പറന്നിട്ട് കാറ്റിന്റെയും കടലിന്റെ ശബ്ദം മൈക്കിലൂടെ വരെ കേട്ടിരുന്നു. കടലിന്റെ ശബ്ദം മൈക്കിലൂടെ കേട്ടിരുന്നു. അന്നവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്ത ആളുകൾക്ക് അയാളോട് സൗണ്ട് സിസ്റ്റം ശരിയാക്കാൻ പറഞ്ഞെന്താ, ആ തിരമാലടിക്കുന്ന ശബ്ദത്തിൽ കയറാന്നാ പറഞ്ഞു. അതേ സമയത്ത് മയ്യത്തിന് വന്നു. മയ്യത്ത് അവിടെ വെച്ചിട്ട് തക്ബീർ കെട്ടി തങ്ങൾ അല്ലാഹു അക്ബർ, ആ തക്ബീർ കെട്ടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് മയ്യത്തിന് വിട പറയുന്ന വാക്ക് പറയുന്നവരെ കടൽ അനങ്ങിയിട്ടില്ല. ഒരു ശബ്ദം പോലും കടലിൽ നിന്നുണ്ടായിട്ടില്ല. ഓർക്കുന്ന ആൾക്കാരുടെ ഓർത്തു, കടൽ അനങ്ങിയിട്ടില്ല. എല്ലാവരും മൗനമായി ഫാത്തിഹ ഓതുമ്പോൾ കടലിൽ നിന്നൊരു തിരമാല പോലും ഇല്ലെന്നല്ലോ. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ വൃത്തികേട് ചെയ്ത് നടക്കുന്ന ആളുകൾ മരണപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറത്നാഹാ ഖൗമൻ ആഖരീൻ. കെട്ടിടങ്ങളും അരുവികളും തോട്ടങ്ങളും കെട്ടിപ്പൊക്കി ആളുകൾ മരിച്ചുപോയ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഭൂമുഖത്ത് സൗകര്യങ്ങൾ കെട്ടിപ്പൊക്കിയ മനുഷ്യന്മാര് മരിച്ചപ്പോ ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല കേട്ടോ. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല കേട്ടോ. ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. അന്ന് നല്ല മനുഷ്യന്മാർ മരിച്ചാൽ കരയും. നല്ല മനുഷ്യൻ മരിച്ചാൽ സുജൂദ് ചെയ്യുന്ന മൗലികൾ കരയും, പ്രകൃതി കരയും. കടല് പോലും കരഞ്ഞു. ആ കടല് കരഞ്ഞത് കൊണ്ടാണ്, കടലിന്റെ വ്യസനമാണ് കടൽ അടങ്ങിങ്ങനെ നിന്നത്. അത് ശരിയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത നമ്മുടെ ഒരു സുഹൃത്ത് അലവിക്കുട്ടി മൗലവി. അദ്ദേഹം അപ്പൊ തന്നെ ഒരു കവിത ഉണ്ടാക്കി, 2 ദിവസം കൊണ്ട് ഒരു കവിത ഉണ്ടാക്കി. ആ കവിതയുടെ ആദ്യത്തെ വരി തന്നെ അദ്ദേഹം എഴുതിയ വാക്കെന്താ അറിയോ? മാ അഗ്ദ അൽ മൗജ ബഹറുൽ അറബി ഖൈറാന ഇത് മാ ജദഉ ബിഹാരിൽ ബിഇൽ അഹ്സാന. മാ അഗ്ദ അൽ മൗജ ബഹറുൽ അറബ്, അറബിക്കടലിന്റെ തിരമാലകളെ അടക്കി നിർത്തിയത് എന്തു ശക്തിയാണ്? ഇത് മാ ജദഉ ബിഹാരിൽ ബിഇൽ അഹ്സാന. ബഹറുൽ ബീൽ എന്ന് പറയുന്ന ഈ കൂടി നിൽക്കുന്ന വെള്ളപ്പടയാകുന്ന മുഅല്ലിമീങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ തുള്ളികൾ അലയടിച്ചപ്പോ എന്തുകൊണ്ടാണ് അറബിക്കടൽ അടങ്ങി നിന്നത്? വളരെ ഗൗരവത്തോടുള്ള ചോദ്യമാണ്. മാദാ ജറത മിൻ ദവാഗിദ്ദഹരി മുഅലിമതൻ ഫദ്ദഹറു മഅലക ഖദ് അബ്കൈത ഇൻസാന. കാലമേ നീ മനുഷ്യനെ അവൻ കരയിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറയുന്ന ഒരു വാക്കുണ്ട്. ഞാനത് പറയുമ്പോൾ സമയം നീണ്ടുപോകും, അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഈ മാനു മുസ്ലിയാരുടെ മരണം നമുക്ക് വലിയ ദലീല. ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണം നമുക്ക് ദലീല. ബാധ്യതകളൊക്കെ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുമ്പോ, നല്ല ദിവസം മരണപ്പെടുമ്പോ, വസിയത്ത് ചെയ്തുകൊണ്ട് മരണപ്പെടുമ്പോ, വീട്ടിൽ നിന്ന് ദ്വാരന്നിട്ട് ഇറങ്ങിയിട്ട് ആശുപത്രിക്ക് പോയി മരണപ്പെടുമ്പോ ഓർക്കണം നിങ്ങൾ, നമ്മുടെ നേതാക്കളൊക്കെ പോയത് നല്ല രീതിയിലുള്ള ഹുസ്നുൽ ഖാത്തിമയാണ്. തമൂത്തൂന കമാ തഈശൂൻ, ജീവിതം പോലെ മരണം. അവർക്കൊന്നും പഴിച്ചു പോയിട്ടില്ല. നേരെ മറിച്ച് ഇവര് ഭിന്നിച്ച് സംഘടന ഉണ്ടാക്കി ഉടനെ ചെയ്ത പണി എന്താ? ഉടനെ ചെയ്ത പണി, ആദ്യം ചെയ്ത പണി, നമുക്കൊരാവശ്യമില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഓരോ ജില്ലയിലും കാദിമാരെ നിയമിച്ചു. പാണക്കാട്ടെ തങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മലപ്പുറം ജില്ലക്ക് വേറൊരു കാദി വേണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. തങ്ങളെ തലക്ക് മീതെ കീറുന്നാൽ അതൊരു അദബുണ്ടോ? കോഴിക്കോട് വലിയ കാദി സെയ്ദ് ഷിഹാബുദ്ദീൻ ബീച്ചിക്കോയ തങ്ങൾ, പൂക്കോയ തങ്ങളെ ചേട്ടന്റെ സഹോദരനാണ്, മകനാണ്. പാണക്കാട്ടെ പറയും, പാണക്കാട്ടെ കുട്ടിയാണ്. ആ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കോഴിക്കോട്ട് ഒരു കാദി വേറെ വേണോ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്?
കാദിയെ നിയമിച്ച ഒരാവശ്യം, അതും മലപ്പുറം ജില്ലയിൽ ഒഴിവായിക്കൂടെ, കോഴിക്കോട് ജില്ലയിൽ ഒഴിവായിക്കൂടെ? ചെവി മുളച്ച കാലം മുതൽ കോഴിക്കോട്ടെ തങ്ങളും കോഴിക്കോട്ടെ കാദിയും പാണക്കാടും ആസർപ്പിച്ചാൽ നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ. ഇവിടുത്തെ വിദഈ പ്രസ്ഥാനക്കാർ വരെ അംഗീകരിക്കും, അവര് വരെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ട്. എന്നിട്ട് ഇവര് പുതിയ മാസോർപ്പിച്ച് പെരുന്നാൾ നോമ്പ് രണ്ടാക്കി ആദ്യം തന്നെ. നിങ്ങൾ ചിന്തിക്കണം. പിന്നെന്താ ചെയ്തത്? പിന്നെ കുവൈത്തിൽ പോയി കരാറൊപ്പിട്ടു സുന്നത്തെ ജമാഅത്തിനെതിരെ. എന്തൊക്കെ പുതിയ പ്രവർത്തനങ്ങൾ അവർ. നമ്മളെ നേതാക്കളെ കുറിച്ച് അങ്ങനത്തെ വല്ല വ്യാജങ്ങൾ കേട്ടോ? ഷാർജയിൽ പോയി 8 റക്അത്ത് പള്ളി നിസ്കരിച്ചു. ആ പള്ളി വിവാദമായപ്പോ പ്രസംഗിച്ച എന്താ? ഞാൻ ആ പള്ളിയുടെ ചെരുവിൽ വെച്ച് ബാക്കി പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പള്ളിക്ക് ചെരുവന്നില്ല, അത് വേറെ കാര്യം, ഒറ്റ ഹാളിലെ പള്ളി. ഈ രീതിയിൽ അവസാനം എത്തി നിൽക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജ കേശം കൊണ്ടുവന്ന് വിറ്റ് പൈസ ഉണ്ടാക്കി. അത് ശരിയല്ല എന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ടുള്ള പള്ളി ഇല്ലാത്തത്. അള്ളാന്റെ ദുന്യാവില് മേശപ്പുറത്ത് തറക്കലിട്ടൊരു പള്ളി ദുന്യാവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഭൂമിയിലുമല്ല ആകാശമല്ല, ബൈത്തുൽ മഅമൂറിനെ പോലത്തെ ഒരു പള്ളിയാണ്. കാണാനില്ലല്ലോ അത്. ഞാൻ ആക്ഷേപിക്കില്ല. എന്തിന് ഈ വിധം ജനങ്ങളെ ചൂഷണം ചെയ്യണം? നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ സാമ്പത്തിക വിപ്ലവം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സിറ്റി, ഒരു നോളജ് സിറ്റി രൂപീകരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് പണം പിരിച്ചു. അതുവരെ നിയമക്കുരുക്കിലെത്തി നിൽക്കുക. സമസ്തയുടെ വ്യാപകമായ പ്രവർത്തനം അതൊന്നുമല്ലല്ലോ. അത് സമസ്തയുടെ പ്രവർത്തനം. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അഫിഡവിറ്റ് കോടതി കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടാവും ആ മീഡിയ സിറ്റിയിൽ. ബാറ് മുതൽ എല്ലാ ആനന്ദ നൃത്തങ്ങൾക്കുള്ള സംവിധാനം ഉണ്ടാവുന്ന എഴുതി കൊടുത്ത രേഖ നമ്മുടെ കയ്യിലുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ആക്ഷേപിക്കല്ല ചെയ്യുന്നത്. പക്ഷെ സമസ്തയുടെ പന്താവായില്ലല്ലോ. നമ്മൾ സമസ്തയുടെ ഒരു പഴയകാല പന്താവില്ലേ? നമ്മുടെ ആലിമീങ്ങൾ കാണിച്ചൊരു മാർഗം, നമ്മുടെ പൂർവീകർ കാണിച്ചൊരു മാർഗം, ആ സലഫു സാലിഹീങ്ങളുടെ നല്ല മാർഗത്തിലല്ലേ നമ്മൾ പോകേണ്ടത്? എന്തിനായി ഭിന്നിപ്പ്? എന്തിനായി തമ്മിലടി? ഞാൻ ഒറ്റ സംഭവം, നമ്മൾ വഷളായൊരു സംഗതി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മലപ്പുറത്ത് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞു, സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു. തിരൂര് ഭാഗത്ത് മദ്രസക്ക് മേലെ അഭിപ്രായ വ്യത്യാസം. കാരണം എന്താ? മദ്രസ വാപ്പപ്പാപ്പമാര് വഖഫ് ചെയ്ത മദ്രസയാ. നമ്മൾ അവരുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ പോയിട്ടില്ല. ഇവര് നമ്മളെ മദ്രസയിൽ കയറിയിട്ട് കുഴപ്പമുണ്ടാക്കും. 10 ആളാണെങ്കിലും ഭിന്നിപ്പിക്കണം, മദ്രസ കഷ്ണം വെക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അടിയും പ്രശ്നവും കുഴപ്പമായി കേസോട് കേസായപ്പോ മലപ്പുറത്ത് കലക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചു. ഒരു ഭാഗത്ത് നമ്മൾ, ഒരു ഭാഗത്ത് 5 ആൾക്കാർ ചർച്ചയിൽ കലക്ടർ ആദ്യം നിരന്തരം പറഞ്ഞു. കലക്ടർ പറഞ്ഞു, ഒരു മദ്രസ, ആ മദ്രസ ഏത് വിദ്യാഭ്യാസ ബോർഡിനാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ സിലബസ് ആണ് അവിടെ പഠിപ്പിക്കേണ്ടത്. ഞങ്ങളത് വേഗം അംഗീകരിച്ചു. ചേളാരി മദ്രസയിൽ, ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ചേളാരിയിലെ സിലബസ് പഠിപ്പിക്കണം. കോഴിക്കോട്ടെ മർക്കസ് കോംപ്ലക്സിലുള്ള ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ട്, ആ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ആ സിലബസ് പഠിപ്പിക്കണം. കലക്ടർ ഒന്നാമത്തെ നിബന്ധന നമ്മൾ അംഗീകരിച്ചു. രണ്ടാമത് കലക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ആ ഒരു മദ്രസയിലേക്ക് മറുഭാഗത്തിന്റെ കുട്ടി പഠിക്കാമെന്ന്. അപ്പൊ നമ്മുടെ മദ്രസയിലേക്ക് മറുഭാഗത്തിന്റെ കുട്ടി പഠിക്കാമെന്നാൽ നിഷേധിക്കാൻ പാടില്ല, പഠനം ഒരു അവകാശമാണ്. അതും നമ്മൾ അംഗീകരിച്ചു. ഇത് അംഗീകരിച്ച ശേഷം ചർച്ച ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു, ഒന്നാമത് നിർദ്ദേശം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന്. കലക്ടർ ചോദിച്ചു, എന്താ കാരണം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ അവരെ സിലബസ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളെ കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങളെ കുട്ടികൾ പഠിക്കുമ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളുടെ സിലബസ് പഠിപ്പിക്കണമെന്നോ. അപ്പൊ കലക്ടർ പറഞ്ഞു, അത് ആദ്യം പറഞ്ഞ നിബന്ധനക്കെതിരാണല്ലോ. അപ്പൊ ഇവർ പറഞ്ഞു, ആ മദ്രസ ഉണ്ടാക്കിയപ്പോ ഞങ്ങളെ ബാപ്പമാരും ഉപ്പാപ്പമാരും സംഭാവന കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു അവകാശം ഞങ്ങൾക്ക് കിട്ടണമെന്നാണ്. അപ്പൊ കലക്ടർ എങ്ങനെ ഇരുന്നു? കലക്ടർക്ക് എന്താ പറയേണ്ടത്? അപ്പൊ റവന്യൂ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥർ നായരുണ്ട്, മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, വഖഫ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡാണ്, ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട, അതിന് ആർക്കും അവകാശം ഉണ്ടാവില്ലല്ലോ. മൂപ്പര മസല പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ഇവരിങ്ങനെ അന്തപ്പെട്ട് നിന്നു. അന്തപ്പെട്ട് നിന്നപ്പോ നിങ്ങൾക്ക് മസല മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു നമ്മളെ പക്ഷത്തൊരാള്. അപ്പൊ അവരിങ്ങനെ കിടന്ന് കറങ്ങിയപ്പോ അവരോട് പറഞ്ഞു, അന്ന് ഏറ്റവും നല്ല സമയമായിരുന്നു. കാരണം കെ കരുണാകരൻ കോൺഗ്രസിന് പോയി തിരിച്ചെന്ന സമയം, കെ കരുണാകരൻ INC എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി പോയ സമയം. കരുണാകരനാണ് ഇന്ദിരാഭവൻ ഉണ്ടാക്കിയത്. ഇന്ദിരാഭവനിലേക്ക് ഇന്ന് കരുണാകരന് കയറാൻ പറ്റൂല. കരുണാകരൻ അതിന് വേർപ്പൊഴുക്കിയിട്ടുണ്ട്. പക്ഷെ കരുണാകരൻ കയറാൻ പറ്റില്ല. എന്താ കാരണം? കരുണാകരൻ വേറെ പാർട്ടിയാ. കോൺഗ്രസിലേക്ക് കരുണാകരൻ വന്നാൽ കരുണാകരൻ ഇന്ദിരാഭവനിൽ കയറാം എന്ന പോലെ മദ്രസ ഉണ്ടാക്കിയത് നിങ്ങളാണെങ്കിലും നിങ്ങൾ പുറത്തുപോയി ആ മദ്രസയിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ സമത്തേക്ക് വരണം എന്നാണ്. അപ്പൊ അവർക്കൊന്നും പറയാനില്ല. അതിൽ ഒരു ബഹളം വെച്ചു. ന്യായം മുട്ടിയ പിന്നെ ബഹളാണല്ലോ. ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ബഹളമയമായ അന്തരീക്ഷം ഉണ്ടായപ്പോ കലക്ടർ മേശപ്പുറത്തടിച്ചിട്ട് പറഞ്ഞു, കലക്ടർ പറഞ്ഞു, ആ യോഗത്തില് നിങ്ങള് താടിയും തലപ്പാവും വെച്ച പണ്ഡിതന്മാരല്ലേ, മതം പഠിപ്പിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഈ മദ്രസയ്ക്ക് വേണ്ടി വാദിക്കുന്നത് മതം പഠിപ്പിക്കാനല്ലേ? ഒരു ചെറിയ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും ഇങ്ങനെ ബഹളമാണ്, നിങ്ങൾ പഠിപ്പിച്ച അങ്ങനെ കുട്ടികളെ ഒന്നാവും, എന്തിനാ നമ്മൾ ഇതിനെ ഇരിക്കണമെന്ന് ചോദിച്ചു. ആരാ ചോദിക്കണത്? സുമന മേനോൻ, ഒരു പെണ്ണ്. ആ കലക്ടർ അഭിനന്ദിക്കണ്ടേ? ഒരക്ഷരം ഉണ്ടല്ല, തലം താഴ്ത്തി എഴുന്നേറ്റ് പോന്നു. ആരാ ഈ ഏർപ്പാടുണ്ടാക്കിയത്? ഈ മാനക്കെട് ആരാണ്ടാക്കിയത്? ചേളാരി സിലബസ് പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും കുട്ടി പഠിച്ചു പോയോ? നമ്മുടെ സിലബസിന് എന്തെങ്കിലും കോട്ടം വന്നോ? നമ്മുടെ വാപ്പപ്പമാർ വന്ന വഴിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ എന്തിനാ അവിടെ കയറി സിലബസ് മാറ്റാൻ പറയുന്നത്? അവരെ മദ്രസയിൽ നമ്മുടെ സിലബസ് മാറ്റാൻ പറയുന്നില്ലല്ലോ. മഹലിൽ കയറി കുഴപ്പമുണ്ടാക്കരുത്.
ആ മഹല്ലിലെ ജനസമൂഹത്തെ പഴയ പാരമ്പര്യമനുസരിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കണം. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മളൊരു കുഴപ്പത്തിനും പോകാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്ന് ജാഗരൂകരായി ഉണർന്ന് സത്യം എവിടെയെന്ന് മനസ്സിലാക്കാൻ അന്ന് തന്ന വഴികൾ മതി. അതിൽപ്പെട്ട ഒന്നാണ് മാനം മുസ്ലിയാരെ മരണം. ഏറ്റവും ആക്ഷേപിച്ചാണ് നല്ല നിൽക്കാൻ മരിച്ചത്. രണ്ടാമത്തെ ഒന്നേതാ, കോഴിക്കോട് വരക്കല മക്കാമിൽ ഷെയ്ഖുനെ കടന്നുറങ്ങുന്നത്. പിന്നെ നമസ്തകേരള ജമിയത്തുലമക്കെതിരെ 27 കേസ് കൊടുത്തിട്ട് 24 സമത്ത ജയിച്ചു. മൂന്നാമത്തൊന്ന് 89-ന് ശേഷം ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ ഇങ്ങോട്ട് പോന്നു. പടച്ച റബ്ബ് കൽബിൽ ഹിദായത്ത് നൽകിയ ആൾക്കാരൊക്കെ പോന്നു. ഒരാളും അങ്ങോട്ട് കാര്യമായി പോയിട്ടില്ല. മാത്രമല്ല അവരെ നേതാവിന് സംഘടനയ്ക്ക് ഒരുപാട് ആരോപണങ്ങളും സംശയവും വന്നു. നമ്മുടെ സംഘടനയെ കുറിച്ച് അങ്ങനത്തെ ഒരു സംശയവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ വേണ്ടത്? ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇത്രയൊക്കെ പഠിച്ചപ്പോൾ ഭൂമുഖത്ത് ദലീൽ നൽകുള്ളൂ. അത് പഠിച്ചും മനസ്സിലാക്കിയും സമസ്തക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു കുഴപ്പവും പ്രശ്നവും ഉണ്ടാക്കണ്ട, ആരെയും വെറുക്കണ്ട, അവരെ കുറ്റം പറയും വേണ്ട, ആരെയും കുറ്റം പറയണ്ട. കാരണം നമ്മളെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, മറ്റൊരു പറയാതിരുന്നാ പോരെ. കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട് കേരളത്തിൽ. അയാളൊരു ആന ഉണ്ടാക്കി, ഒരു പാറപ്പുറത്ത് ഒരു ആനന് കുത്തി, നല്ല ആന. പത്രത്തിൽ ഫോട്ടോ വന്നു. ഒരു പത്രക്കാരന്റെ അദ്ദേഹത്തെ ചോദിച്ചു, ഈ പാറപ്പുറത്ത് ഇത്ര മനോഹരമായ ആനയെ നിങ്ങൾ എങ്ങനെ കുത്തിയെടുത്തു എന്ന് ചോദിച്ചു. കുഞ്ഞിരാമൻ പറഞ്ഞു, ഞാൻ ആ പാറമക്കനെ നോക്കിയിട്ട് ആ പാറയിൽ ആന അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെത്തിക്കളഞ്ഞു, അപ്പൊ ആനയെ കിട്ടിയെന്ന് പറഞ്ഞു. എന്നമാതിരി നിങ്ങളെ മനസ്സിൽ സമത്വം ഇല്ലാത്തൊക്കെയാണ് കളഞ്ഞേക്കിയപ്പോ സമത്വം കിട്ടും. ആരും കുറ്റം പറയാൻ പോണ്ട. നമ്മളെ സംഘടനയെ നിങ്ങളെ മനസ്സിലുണ്ട് ഉറപ്പിച്ച് നിർത്തിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അഴകുടമ്പം നയം സ്വീകരിക്കണ്ട. നമ്മുടെ മഹലിൽ ചില കാരണന്മാരുണ്ട്, ചില ആളുകളുണ്ട്, ഇവരൊന്നു രണ്ട് പ്രവർത്തനം നമുക്ക് പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് മർമ്മം നോക്കി ഇവരെടുക്കും. ഏറ്റവും വലിയ കുഴപ്പത. വേറെ ചില മഹലിൽ ചില മുസ്ലിയാക്കന്മാർ വരുമ്പോൾ മൗലമാർ മാറുന്ന സമയം നല്ലോ ശ്രദ്ധിച്ചോളി. ഞാൻ രണ്ട് കുല്യ എന്ന് പറഞ്ഞ സിറാത്ത് മുസ്തഖീമിന്റെ നടുക്ക് ചില ആൾക്കാർ വരും. ഏറ്റവും വലിയ അപകടകാരി അതാണ്. വളരെ ശ്രദ്ധിക്കണം. അവരാ പിന്നെ കുഴപ്പമുണ്ടാക്കുക. അവര് മഹലിൽ നിന്നാ 10 ആൾ അവരെ ആൾക്കാരുണ്ടാക്കും. പിന്നെ പ്രശ്നമായി അയാൾ പോയിട്ടാ പിന്നെ കുഴപ്പമുണ്ടാവും. ഇവിടെ ഒരു വിത്തിട്ടിട്ട് അയാൾ പോവുള്ളൂ. ഒരു മഹല്ലുകാരനോട് സങ്കടത്തോടു കൂടി പറഞ്ഞു, മൗലിക ഞങ്ങളെ മഹല്ലിൽ ഉസ്താദെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു മൂലയിൽ വന്ന് ആകെ ഇരപ്പാക്കി. ആ ജാതി മൂലമാരെ എവിടെ നിൽക്കണ്ട, നിങ്ങൾ പ്രസംഗിക്കണം കേട്ടോ. അയാൾ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്. ആ ജാതി നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുണ്ടല്ല, പോയിട്ട് ഇവരല്ല എല്ലിലോറി പോയ മാതിരിയാ, പോയിട്ടേ വാസനിക്കുള്ളൂ മുസ്ലിയാരെന്നാണ് എന്നോട്. ആ ഒരു ഗതികേട് നമുക്ക് വരരുത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആളെ നിർത്തുമ്പോൾ നിങ്ങൾ ശരിക്ക് സ്ക്രൂട്ടണി ചെയ്തിട്ട്, അപ്പൊ നിങ്ങൾ പറയും ആളെ കിട്ടാനില്ല, അത് നിങ്ങൾ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാ. ഖൈറുക്കും അല്ലമൽ ഖുർആന അല്ലമ എന്ന് ഓതിയാ പോലെ പൈസ കൊടുത്ത ആളെ കിട്ടും. അവരാണെങ്കിലോ പൈസ കിട്ടിയില്ലെങ്കിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അത് നല്ലോണം ശ്രദ്ധിച്ച് നമ്മളെ മഹല്ല് ശുദ്ധീകരിക്കാൻ ഉമറാക്കൾ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പടച്ച റബ്ബ് സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.